എൻകൗണ്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെരിയ കൊലപാതകത്തിന് പ്രാദേശിക ബുദ്ധി എന്ന നിഗമനത്തിലാണ് ലോക്കൽ പോലീസ്. കുറ്റമേറ്റ പീതാംബരനും കൂട്ടാളികൾക്കും അപ്പുറം ഇനി ക്രൈംബ്രാഞ്ച് പോകാനും സാധ്യതയില്ല. ജില്ലാ ഘടകത്തിലേക്കോ ഉന്നത നേതാക്കളിലേക്കോ ഈ കേസ് ഇനി നീളാനും വഴിയില്ല. ഇന്ന് പ്രതിയുടെ വീട്ടിലേക്ക് പോകാൻ പെരിയിലെത്തിയ CPIM നേതാക്കൾ കണ്ട രോഷപ്രകടനത്തിൽ തെളിഞ്ഞതും ഈ വിശ്വാസമില്ലായ്മയാണ്. നേരറിയാൻ CBI വരട്ടെ എന്നവർ ആവശ്യപ്പെടുമ്പോൾ ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ, മടിയിൽ വലിയ കനമില്ലെങ്കിൽ പിന്നെ മടിക്കുന്നത് എന്തിന്? എൻകൗണ്ടർ അന്വേഷിക്കുന്നു. CBI ഭയക്കുന്നുവോ CPIM? കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസ് തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ചിന് കൈമാറും. 7 പേരുടെ അറസ്റ്റോടെ പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയായി. ഗൂഢാലോചനയുണ്ടെന്ന കുടുംബാംഗങ്ങളുടെ ആരോപണം തെളിയിക്കുക ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയാകും. കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഒന്നാം പ്രതിയടക്കം 7 പേരുടെ അറസ്റ്റോടെ ലോക്കൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇതിനപ്പുറം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. കൊട്ടേഷൻ സംഘമില്ലെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കൊലപാതക സംഘത്തിൽ പുറത്തുനിന്നുള്ളവർ ഉണ്ടെന്ന വാദവും പീതാംബരൻ കൊട്ടേഷൻ നൽകിയെന്ന കോൺഗ്രസ് ആരോപണവും പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. പ്രദേശത്തുള്ളവർ തന്നെയാണ് പീതാംബരന്റെ നേതൃത്വത്തിൽ കൊല നടത്തിയതെന്ന് വ്യക്തമായതോടെ തുടർന്ന് നടന്ന അറസ്റ്റുകളും അതിവേഗമായിരുന്നു. നിലവിൽ പീതാംബരനും സജി ജോർജുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ക്രൈംബ്രാഞ്ചിന് കേസന്വേഷണം കൈമാറുന്നതോടെ മുഴുവൻ കസ്റ്റഡി അപേക്ഷയും കോടതിയിൽ നൽകും. കൊലപാതകത്തിന് പീതാംബരന് രാഷ്ട്രീയ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പുറത്തുനിന്നുള്ള സംഘം ഉണ്ട് എന്നുള്ള കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും ആരോപണം തന്നെയാകും ക്രൈംബ്രാഞ്ചിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. 24 കാസർഗോഡ്. കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ കസ്റ്റഡിയിലുള്ളവർ ഒത്താശക്കാർ മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. പീതാംബരൻ മാത്രമാണ് കൊലയ്ക്ക് പിന്നിലെന്ന് ഈ നാട് വിശ്വസിക്കില്ല. പിണറായിയുടെ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും, ഇല്ലെങ്കിൽ കോൺഗ്രസ് മുൻകൈയെടുത്ത് 2 അച്ഛന്മാരെയും കൊണ്ട് CBI അന്വേഷണത്തിന് അപേക്ഷ നൽകുമെന്നും K. സുധാകരൻ ഇന്ന് വ്യക്തമാക്കി. ഇതിനകത്ത് പണം കൊണ്ടും മറ്റു സഹായങ്ങൾ കൊണ്ടും ഈ കൊലപാതകത്തെ സഹായിച്ച ആളുകളൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് ആളുകൾ ഇതിനകത്തേക്ക് കടന്നു വരാൻ. അതുകൊണ്ട് CBI അന്വേഷണം ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മുൻകൈയെടുത്ത് ഈ 2 രക്തസാക്ഷികളുടെ അച്ഛന്മാരെ കൊണ്ട് ഞങ്ങൾ കോടതിയിൽ, ഹൈക്കോടതിയിൽ വരുന്ന ഏതാനും ദിവസത്തിനുള്ളിൽ CBI അന്വേഷണത്തിന് വേണ്ടിയുള്ള പെറ്റീഷൻ ഞങ്ങൾ നൽകും. കാസർഗോഡ് ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ മാർച്ചിൽ സംഘർഷം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനവും സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങിയതോടെ ഉന്തും തള്ളുമായി. ഇതിനിടെ ബാരിക്കേഡ് മറികടന്ന് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി കൊണ്ട് നേരിട്ടു. കൊച്ചിയിൽ കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. കൊച്ചി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞതോടെ ബാരിക്കേഡ് തകർക്കാനായി ശ്രമം. ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. കോഴിക്കോട് ADGP ഓഫീസിലേക്ക് നടന്ന മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതേസമയം കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനനെ വഴിയിൽ തടഞ്ഞ് വാഴപ്പിണ്ടി നൽകി പ്രതിഷേധിച്ചു. സാംസ്കാരിക നായകന്മാർ ഇടതുപക്ഷത്തിന്റെ ചട്ടുകമായി മാറുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 24 തിരുവനന്തപുരം. ഇന്നത്തെ സംവാദത്തിൽ പങ്കെടുക്കുന്നു CPIMലെ VPP മുസ്തഫ, കോൺഗ്രസിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ, BJPയിലെ TG മോഹൻദാസ്, റിട്ടയർഡ് SP ആയ സുഭാഷ് ബാബു, അതോടൊപ്പം പൂഞ്ഞാർ MLA PC ജോർജിനെ ടെലിഫോണിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചർച്ച തുടങ്ങി വയ്ക്കാൻ ശ്രീ VPP മുസ്തഫയോട് ആവശ്യപ്പെടുകയാണ്. ശ്രീ മുസ്തഫ, ഇന്ന് യഥാർത്ഥത്തിൽ CPM നേതാക്കന്മാർ ഇവരുടെ പീതാംബരൻ്റെ വീട്ടിലെത്തുമ്പോൾ പരക്കെ പ്രതിഷേധമുണ്ടായി. അതായത് ഒരു CBI അന്വേഷണം ആവശ്യമുണ്ടെന്ന രീതിയിൽ K. സുധാകരൻ്റെ പ്രസ്താവനയും വന്നു. അപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നത് CPIMന് ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്കൊരു CBI അന്വേഷണത്തെ അനുകൂലിച്ചുകൂടെ? ഞങ്ങൾക്ക് CBI അന്വേഷണത്തെ ഒരു പേടിയുമില്ലെന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ലെങ്കിലും മാധ്യമപ്രവർത്തകനായ താങ്കൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ടാകേണ്ടതാണല്ലോ.
CBI ഉപയോഗിച്ചുകൊണ്ടാണ് സഖാവ് പിണറായി വിജയനെ ലാക്കാക്കി ലാവ്ലിംഗ് കേസ് കൊണ്ടുവന്നത്. എന്താ ഇപ്പൊ അതിന്റെ അവസ്ഥ? CBI അന്വേഷിച്ചു, വലിയ കുറ്റപത്രം തയ്യാറാക്കി കേരളത്തിൽ CBIയുടെ കോടതിയിൽ കൊടുത്തു. എന്താ CBI കോടതി എടുത്ത നിലപാട്? പിണറായി വിജയൻ പ്രതിയാണെന്നാണോ, അല്ല ഒരു വിചാരണ പോലും നേരിടാതെ അയാളെ കുറ്റവിമുക്തനാക്കണമെന്നാണോ? ഹൈക്കോടതി എടുത്ത നിലപാട് എന്താ? നിങ്ങൾ കൊണ്ടുവന്ന മറ്റൊരു CBI അന്വേഷണ കേസാണ് കണ്ണൂർ ജില്ലയിലെ അരീഷ് ഷുക്കൂർ വധക്കേസ്. അത് CBI ഏൽപ്പിച്ചിട്ട് സഖാവ് P. ജയരാജനെയും സഖാവ് TV രാജേഷിനെയും പ്രതികളാക്കി ഒരു അനുബന്ധ കുറ്റപത്രം ഇപ്പോൾ കൊടുപ്പിച്ചു തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ്. എന്താ കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ സെഷൻസ് കോടതി CBIയുടെ ആ അനുബന്ധ കുറ്റപത്രത്തോട് എടുത്ത സമീപനം? അതുകൊണ്ട് CBIയെ കൊണ്ടുവന്ന് CPMനെ എന്തോ വല്ലാത്ത നിലയിൽ അങ്ങ് കേരളത്തിൽ തളർത്തിക്കളയാം എന്നുള്ളത് എത്ര കാലമായി ഇവർ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചിട്ട് എന്തുണ്ടായി? സഖാവ് പിണറായിയും P. ജയരാജനും TV രാജേഷും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം ഇതുപോലെ കള്ളക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ട് CBI ഉപയോഗിച്ചിട്ട് സാധിച്ചോ? CBI അങ്ങനെ ഈ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കുറ്റപത്രങ്ങൾ കോടതികൾ തള്ളിക്കളയുകയല്ലേ ചെയ്തത്? അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ പോലും CBIയെ ഉപയോഗിച്ചിട്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഈ CBIയെ ഈ കേസിൽ ഞങ്ങൾ എന്തിനാ ഭയക്കേണ്ട കാര്യം? സുധാകരനെ ഒരു ചോദ്യം കൂടി, അതായത് ആ CPIM തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇതേപോലൊരു ഇരട്ട കൊലപാതക കേസിൽ ആഭ്യന്തര വകുപ്പ് സഖാവ് പിണറായി വിജയൻ കൊണ്ടു നടക്കുന്ന സാഹചര്യത്തിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്താൻ സാധ്യതയില്ല എന്ന് രാഷ്ട്രീയ പ്രവർത്തകർ വിശ്വസിക്കും. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട രണ്ടാൾക്കാരുടെ മാതാപിതാക്കൾ വിശ്വസിക്കുമ്പോൾ സ്വതന്ത്രമായ അന്വേഷണം CBI നടത്തും എന്ന് അവർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ നിങ്ങൾ മടിക്കുന്നതിനാണ് എൻ്റെ ചോദ്യം. അത് ഞങ്ങൾക്ക് ഒരു മടിയുമില്ലാന്നേ. ഞങ്ങളുടെ പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ, ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തെയും അതിന്റെ ക്രെഡിബിലിറ്റിയെയും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തിനാ CBI തേടി പോകണം? നിങ്ങളുടെ ചാനൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണല്ലോ ഇവിടെ കെവിൻ വധക്കേസ് ഉണ്ടായത്. ആ കെവിൻ വധക്കേസിന്റെ പേരിൽ പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും ഏതെല്ലാം നിലയിൽ ദിവസങ്ങളോളം നിങ്ങളില്ലാത്ത മറ്റ് ചാനലുകളെല്ലാം അന്ന് വേട്ടയാടിയിരുന്നു. എന്നിട്ട് ആ കേസ് കേരളത്തിലെ പോലീസ് അന്വേഷിച്ചിട്ട്, ഇതേ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് ഉണ്ടായ റിസൾട്ട് എന്താ? എല്ലാ പ്രതികളും അറസ്റ്റിലായി എന്ന് മാത്രമല്ല, ആ പ്രതികൾക്ക് ഒത്താശ ചെയ്തു കൊടുത്ത SIയെയും അഡീഷണൽ SIയെയും സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടു. കേരളത്തിലെ പോലീസ് അങ്ങനെ ഉത്തമമായിട്ട്, ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലാണല്ലോ പെരുമ്പാവൂരിലെ ജിഷ വധക്കേസ് ഉണ്ടായത്. അന്ന് ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്തെല്ലാം വൃത്തികെട്ട നാടക കാണിച്ചത്. പിണറായി വിജയൻ വന്നപ്പോൾ പ്രതിയെ പിടിക്കാനും ശിക്ഷിക്കാനും കഴിഞ്ഞില്ലേ? ഞങ്ങൾക്കതുകൊണ്ട് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ കേരള പോലീസിന്റെ അന്വേഷണ മികവിനെ നല്ല വിശ്വാസമുണ്ട്. അത് പിണറായി ഇന്നലെ വളരെ കൃത്യമായിട്ട് കാസർഗോഡ് തന്നെ വ്യക്തമാക്കി. പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു പക്ഷഭേദവുമില്ല. പോലീസ് നിയമത്തിന്റെ ശ്രീ മുസ്തഫ, അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, ആളുകൾ വിശ്വസിക്കുന്നില്ല, മാധ്യമങ്ങൾ വിശ്വസിക്കുന്നില്ല. നേതാക്കൾ, അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ തലശ്ശേരി വിശ്വാസമില്ലാത്തത് നിങ്ങളുടെ ചാനലുകാർക്കാ. അല്ല, ചാനലുകാർ ജനങ്ങളുടെ അഭിപ്രായം പറയും. അല്ല, ചാനലുകാർക്ക് എന്തോ പ്രത്യേകിച്ച് ഈ കേസിൽ താല്പര്യം? അവർക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ. ഞാൻ തലശ്ശേരി പറയുന്നത് ചാനലുകാർ ജനങ്ങളുടെ അഭിപ്രായമല്ല, ചാനലുകാരുടെ അഭിപ്രായമാണ്. നിങ്ങളെ ഒരു ജനവും അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായമാണ് പറയുന്നത്. അത് ജനത്തിന്റെ പരിഗണിക്കൊന്നും വെക്കണ്ട. ഇപ്പൊ യഥാർത്ഥത്തിൽ മുസ്തഫ പറയുന്നത് നിങ്ങൾ പറയുന്നതും അതുപോലെ ഞങ്ങൾ ചവച്ചു തുപ്പണമെന്നാണ് താങ്കൾ പറയുന്നത്. വേട്ടയാടി. എന്നിട്ട് ഈ ജനുവരി 14 കേരളത്തിൽ 12 ജില്ലയിലെ 30 സീറ്റുകളിൽ ബൈ ഇലക്ഷൻ നടന്നപ്പോ അതിൽ 17 ആ ഇലക്ഷൻ റിസൾട്ട് ഒന്നും ഇതിൽ മാനദണ്ഡമല്ല മുസ്തഫ. 2 മനുഷ്യരെ വെട്ടി കൊന്നിട്ട് നിങ്ങൾ പറയുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു എന്ന്. അതൊക്കെ മാനദണ്ഡമാക്കാൻ ഈ നാട്ടിലെ ആൾക്കാർക്ക് തലയ്ക്ക് സുഖമില്ലേ? ചാനലുകാർ പറയുന്നതാണോ ജനങ്ങളുടെ അഭിപ്രായം? പിന്നെ നിങ്ങൾ പറയുന്നതാണോ ഞങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ കുറച്ച് പാർട്ടിക്കാർ പറയുന്നത് മാത്രമാണോ ഞങ്ങളുടെ അഭിപ്രായം? ശ്രീ മുസ്തഫ, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് കൈ എഴുതരുത്. ഈ നാട്ടിലെ മാധ്യമങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അത് പറയൂ, ഞങ്ങൾക്ക് മനസ്സിലാക്കും. നിങ്ങൾക്ക് അനുകൂലമായി പറയുമ്പോൾ മാധ്യമങ്ങൾ കൊള്ളാം, നിങ്ങൾ എതിർത്ത് പറഞ്ഞാൽ മാധ്യമങ്ങൾ കുഴപ്പക്കാർ. ഇത് എവിടെയാണ് ഒരു കൊലയാളി പാർട്ടിയായി ചിത്രീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ വലതുപക്ഷത്തെ വെള്ളപൂശിയിട്ട് എത്ര ശ്രമിച്ചാലും കേരളത്തിലെ CPMനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊലയാളി പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇതിങ്ങനെ പറഞ്ഞു പോകാന്നേ ഉള്ളൂ. ജനം അത് വിശ്വസിക്കില്ല. ആരാണ് ഈ ജനങ്ങൾ? CPM പ്രവർത്തകരോ? നിങ്ങൾ പറയുന്ന ജനങ്ങൾ ആരാണ്? ആ ജനങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. ആ ജനങ്ങളെ ഞാൻ പറഞ്ഞത് ചെങ്ങന്നൂരിൽ കണ്ടത് ആ ജനങ്ങളാ. നിങ്ങൾ കെവിൻ വധക്കേസിന്റെ പേരിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെയും CPMനെയും പിണറായി വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് കേരളം ചെങ്ങന്നൂർ ഇലക്ഷൻ നേരിട്ടത്. മുസ്തഫ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ അമ്മയുടെ കണ്ണുനീര് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പറയുന്നത് ശുദ്ധമായ രാഷ്ട്രീയമാണ്.
നിങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറയുന്നുള്ളൂ. ആ മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീര് നിങ്ങൾ പറയുന്നില്ല. നിങ്ങളത് പറയണം. കൊലപാതകളെ നിങ്ങൾ തള്ളി പറയണം. ഭാഗമായിട്ട് പെയ്ഡ് ന്യൂസിന്റെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ UDF-ൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് CPM-നെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുക. നിങ്ങളാണ് മുസ്തഫ, നിങ്ങൾ അതും കൂടെ പറയണം. ഒരുപക്ഷെ നാളെ CBI വന്ന് നിങ്ങൾക്കെതിരെ നടപടി എടുത്താലും ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ അച്ചാരം വാങ്ങിയിട്ട് ആരുടെയും AKG സെന്ററിന്റെ പടി കയറി അച്ചാരം വാങ്ങാനോ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പടി കയറാനോ ഞങ്ങൾ പോയിട്ടില്ല. മുസ്തഫ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ പറയരുത്. മാധ്യമത്തിൽ കയറിയിരുന്നുകൊണ്ട് എന്ത് പറയാമെന്ന് മുസ്തഫ വിചാരിക്കരുത്. ആരുടെ അച്ചാരം വാങ്ങുന്ന മുസ്തഫ പറയുന്നത്? മുസ്തഫ, CPM കാണിക്കുന്ന വൃത്തികേടുകൾ ഞങ്ങൾ അനുകൂലിച്ചാൽ ഞങ്ങൾ അച്ചാരം വാങ്ങിയില്ല എന്ന് നിങ്ങൾ പറയും. ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ആരുടെ അച്ചാരം വാങ്ങിച്ചില്ല. നിങ്ങൾ അച്ചാരം വാങ്ങി എന്ന് പറയും. നിങ്ങൾ തെളിയിക്കണം മിസ്റ്റർ മുസ്തഫ. നിങ്ങൾ വെറുതെ ആരോപണം ഉന്നയിക്കരുത്. CPM-ന്റെ വൃത്തികേട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുസ്തഫ, നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പാർട്ടിയുടെ കുഴപ്പം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ രണ്ടുപേരെ കൊന്നു തള്ളിയിട്ട് നിങ്ങൾ വലിയ ആദർശം പറയുന്നു. ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്ക് എന്താണ് തെളിവെന്ന്. അങ്ങനെ ഈ CPM-ന്റെ തലതൊട്ടപ്പന്മാർ ഈ കേസിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ ഇന്ന് കാസർഗോഡ് അമ്മമാരുടെ കണ്ണുനീരിന്റെ ഇത് നിങ്ങൾ കാണണമായിരുന്നു. ശ്രീ മുസ്തഫ, നിങ്ങൾ അച്ചാരം വാങ്ങി എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത്. ഞങ്ങളൊന്നും ആ കൂട്ടത്തിലല്ല. ഞാനൊക്കെ തുടങ്ങിയിട്ട് 10-35 കൊല്ലമായി സാറേ. നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാം ഞങ്ങൾ അച്ചാരം വാങ്ങുന്ന ഗ്രൂപ്പാണോ. അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഞങ്ങൾ ഈ പാർട്ടി ആ കണ്ണീരെന്താ നിങ്ങൾ കാണാതിരുന്നത്? അവിടെ വീട് മുഴുവൻ അന്ന് ഞങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ അവരെ. അവരുടെ കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ത്രീകളും കരഞ്ഞു. ആ സ്ത്രീകളുടെ കണ്ണീരെന്താ കാണാതിരുന്നത്? അവരുടെ കണ്ണീര് ഞങ്ങൾ കാണുന്നുണ്ടല്ലോ. അവരുടെ കണ്ണീര് ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കാണാതിരിക്കുമായിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ല, ഇതുവരെ കാണിച്ചിട്ടുമില്ല. നിങ്ങൾ കണ്ടിട്ടുമില്ല. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ മുസ്തഫ. നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ഒരു തലമുതിർന്ന CPM നേതാവാണ്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ, ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനകത്തൊരു തെളിവ് നിരത്താനെങ്കിൽ നിങ്ങൾക്ക് പറ്റണം. അല്ല നിങ്ങൾ പൊതുവിൽ അത് പറഞ്ഞ് തള്ളരുത്. സാധാരണ ഒരു ലോക്കൽ നേതാവ് പറയുന്ന പോലെ. ഞാൻ തെളിവ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്ത് തെളിവാണുള്ളത്? നിങ്ങളുടെ എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ തെളിവ് പറയൂ. അച്ചാരം വാങ്ങിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങൾ. നിങ്ങൾ എന്ത് തെളിവാ പറയുന്നത്? ആ തെളിവാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ശ്രീ മുസ്തഫയിലേക്ക് ഞാൻ വരാം. ശ്രീ മുസ്തഫ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ ആരോപണം കൂടി ഇപ്പോൾ കേട്ടു. ഞാനടങ്ങുന്ന മാധ്യമ സംഘം അച്ചാരം വാങ്ങിച്ചുകൊണ്ട് കൊലപാതകികൾക്കെതിരെ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അത് കേട്ടതിൽ. കാരണം ഇത്തരം ആരോപണങ്ങളൊന്നും മൂക്കൂത്തി വീഴുന്ന ഒരു പാരമ്പര്യമൊന്നും എനിക്കുമില്ല, എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾക്കുമില്ല. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒരു CBI അന്വേഷണം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ CBIയുടെ വിശ്വാസ്യത തന്നെ അഖിലേന്ത്യാ തലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ CBI വന്നാൽ സ്വതന്ത്രമായ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് താങ്കൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ CBI അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പാർട്ടി അല്ല പറയുന്നത്. 19 വയസ്സുള്ള കൃപേഷിൻ്റെ അച്ഛൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായ ശ്രീ കൃഷ്ണനാണ് ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണം. കേരളത്തിലെ പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, കേരളത്തിലെ പോലീസ് അന്വേഷിക്കാൻ ഇവർ അനുവദിക്കത്തില്ല, ഭരിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഒറ്റവെട്ടിന് തലയോട്ടി പിളർക്കപ്പെട്ട മരണം സംഭവിച്ച കൃപേഷിൻ്റെ അച്ഛൻ ജീവിതത്തിൽ ഇന്നുവരെ ചെങ്കൊടി പിടിപ്പിച്ചിട്ടുള്ള, ജീവിതത്തിൽ ഇന്നുവരെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മുട്ടി ചുരുട്ടി സിന്ദാബാദ് വിളിച്ചിട്ടുള്ള, ജീവിതത്തിൽ ഇന്നുവരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനല്ലാതെ മറ്റൊരു ചിഹ്നത്തിലും വോട്ട് ചെയ്യാത്ത സഖാവ് കൃഷ്ണൻ, കൃപേഷിൻ്റെ അച്ഛൻ, അദ്ദേഹമാണ് പറയുന്നത് CBI അന്വേഷണം വേണം. അതുപോലെ തന്നെ നമുക്കറിയാം, എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആ കുടുംബം, അവരാണ് ആവശ്യപ്പെടുന്നത് CBI അന്വേഷണം വേണം, അല്ലാതെ കോൺഗ്രസ് പാർട്ടി അല്ല. ശ്രീ മുസ്തഫ ഉന്നയിച്ചൊരു കാര്യമുണ്ടല്ലോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഈ സംസ്ഥാനത്തെ പോലീസിന്റെ സ്വതന്ത്ര പ്രവർത്തന രീതിയിലും അവരുടെ ഫങ്ഷണൽ ഫ്രീഡത്തിലും ഒക്കെ തന്നെ ഇവർക്ക് ഭരണ കക്ഷി എന്ന നിലയിൽ CPM-ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ക്രൈംബ്രാഞ്ചിനെ ഈ അന്വേഷണം ഏൽപ്പിക്കുന്നു. അതിലെന്താണ് കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അതേസമയം കോൺഗ്രസ് പ്രസ്ഥാനത്തിന് CBI തീരെ വിശ്വാസമില്ല താനും. പല കേസിലും CBI പക്ഷം പിടിക്കുന്നു. ബംഗാളിലൊക്കെ അവസാനം കണ്ടതാണ്. അപ്പൊ ശ്രീ മുസ്തഫയുടെ നിലപാടിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ശ്രീകണ്ഠൻ നായർ, ശ്രീ കൃഷ്ണൻ്റെയും ശ്രീ സത്യനാരായണൻ്റെയും ആവശ്യമാണല്ലോ ഈ CBI വേണമെന്നുള്ളത്. അതിനെന്തിനാ ഈ മുസ്തഫ ഇത്രയും പേടിപ്പിക്കുന്നത്?
എന്തായാലും ഞങ്ങൾ മുസ്തഫയുടെ പ്രസംഗത്തിൻ്റെ CD തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് CBI അന്വേഷിച്ചാൽ മുസ്തഫ പ്രതിയാ, അയാൾ അകത്ത് പോകും, യാതൊരു തർക്കവുമില്ല. അയാളുടെ പ്രസംഗം കേട്ടില്ലേ? പാതാളത്തിൽ നിന്ന് റോക്കറ്റ് മേളിൽ പോയി, അത് പൊട്ടിച്ചെതറി രാജീവ് ഗാന്ധിയുടെ ശരീരം പോലെ പിറക്കിയെടുക്കണം. പിന്നെ കണ്ണൂർ ഒരുത്തൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവത്തില്ല. കൊലവിളിയല്ലേ നടത്തിയത്? അയാളല്ലേ കൊലവിളി പ്രസംഗം നടത്തിയ മുസ്തഫ. ആ പ്രസംഗം വന്നിട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക്. ആ പ്രസംഗത്തിൻ്റെ CD ഞങ്ങളുടെ കയ്യിലുണ്ട്. CBIക്ക് കേസ് പോയാൽ മുസ്തഫ അകത്ത് പോകും, പഴയ MLA കുഞ്ഞിരാമനകത്ത് പോവും, ഇപ്പോഴത്തെ MLA പോവും. കാരണം ഈ കൊലപാതകം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തൃശ്ശൂരെ പരിപാടികൾ ക്യാൻസൽ ചെയ്ത് നേരെ തിരുവനന്തപുരത്ത് പോയി. സെക്രട്ടേറിയറ്റിലേക്കല്ല, ക്ലിഫ് ഹൗസിലേക്കല്ല, AKG സെന്ററിൽ കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ച് കഥ കടച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് കോടിയേരി പറഞ്ഞത് ഈ കൊലപാതകവുമായി പാർട്ടിക്ക് ബന്ധമില്ല, ഈ കൊലപാതകം നടത്തിയ മാർക്സിസ്റ്റ് പാർട്ടിയല്ല. അതിനുശേഷം പ്രതികൾ പറഞ്ഞിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ വക്കീലിനെ കൊണ്ട് പഠിപ്പിച്ച മൊഴികളാണ്. അപ്പോൾ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് പോലീസ് പറഞ്ഞു, ഇതൊരു കൊട്ടേഷൻ ആണെന്ന് പോലീസ് പറഞ്ഞു, ഇത് ട്രെയിൻഡ് ക്രിമിനൽസാണ് ഈ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞു. ഇപ്പോൾ പോലീസ് അതിൽ നിന്ന് മാറുക. എന്താ കാര്യം? അന്വേഷണം മകളിലോട്ട് പോകരുത്, പോയാൽ മുസ്തഫ കുടുങ്ങും. അന്വേഷണം മേലോട്ട് പോകരുത്, KV കുഞ്ഞിരാമൻ കുടുങ്ങും. അന്വേഷണം മേലോട്ട് പോകരുത്, MLA കുടുങ്ങും. അപ്പൊ ഇവരെ രക്ഷിക്കാൻ അതിനുമുപരി ഈ കൊലപാതകത്തിൽ അപ്പൊ കണ്ണൂരാണല്ലോ ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രഭവ കേന്ദ്രം. ശ്രീ മുസ്തഫ, കൊലപാതകത്തിൽ കാര്യമായ ഒരു അന്വേഷണം നടന്നാൽ താങ്കൾ പ്രതിയാക്കപ്പെടും, താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് ശ്രീ ഉണ്ണിത്താൻ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, താങ്കൾ ഈ സംഭവം നടക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു കൊലവിളി പ്രസംഗം മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. താങ്കൾ അങ്ങനെ ഭയക്കുന്നുണ്ടോ ഈ കേസിൽ പ്രതിയാകും എന്ന്? എനിക്ക് ഒരു ഭയവുമില്ല. പിണറായി വിജയനെയും P ജയരാജനെയും TV രാജേഷിനെയൊക്കെ എത്ര കാലമായി വേട്ടയാടിയിരിക്കുന്നു. അവിടെ എനക്കെതിരെ ഒരു കേസ് വരുന്നതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിൽ എനിക്കൊരു ഭയവുമില്ല. ആ പ്രസംഗത്തെക്കുറിച്ച് നിങ്ങൾ ഇനി എത്ര കൊലവിളി എന്ന് പറഞ്ഞാലും കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്ത് ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല. ഈ ജില്ലയിലുള്ള കോൺഗ്രസ്സുകാർക്ക് എന്നെ അറിയാം, ഈ ജില്ലയിലുള്ള മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കറിയാം, എൻ്റെ പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് ഒരു ദിവസം ഒരു കളിയിൽ ക്ലീൻ ബൗൾഡായിട്ട് ഒന്നാമത്തെ പന്തിൽ തന്നെ ക്ലീൻ ബൗൾഡായിട്ട് ഔട്ടായതുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്ററല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. IM വിജയൻ ഒരു കളിയിൽ ഗോളടിക്കാതിരുന്നതുകൊണ്ട് IM വിജയൻ ഒരു പൊട്ടം കളിക്കാരനാണെന്ന് ഇന്നേവരാരും വിലയിരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ 10-25 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നതിനിടയിൽ ഒരു ദിവസത്തെ 40 മിനിറ്റ് നേരത്തെ പ്രസംഗത്തിലെ 2 വരി എടുത്തിട്ട് ഞാനൊരു ഭീകരവാദിയും തീവ്രവാദിയാണെന്നൊക്കെ നിങ്ങൾ എത്ര ചിത്രീകരിച്ചാലും, ഇനി CBIയെ കൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ട് CD കൊടുത്തിട്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചാലും നാട്ടുകാർക്ക് ഞങ്ങളെക്കുറിച്ച് ബോധ്യം ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വേട്ട ഞാനതാ പറഞ്ഞത്, ഞങ്ങൾക്കൊരു ഭീതിയുമില്ല. CBI വേണമെങ്കിൽ CBI അന്വേഷിച്ചോട്ടെ. പക്ഷേ ഈ ഒരു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പോളിസി ഏറ്റവും കൃത്യമായിട്ട് ഈ ക്രമസമാധാന പാലനം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജിഷ വധക്കേസും കെവിൻ വധക്കേസും ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ പ്രമാദമായ കേസുകളിലെ പ്രതികളെ പിടികൂടുകയും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാവുന്ന നിലപാടെടുക്കുകയും ചെയ്ത ഒരു ഉണ്ടാകുമ്പോൾ ആ പോലീസിൽ വിശ്വാസമുള്ള ഒരു ഭരണ സംവിധാനം സ്വയം ഞങ്ങളുടെ പോലീസിനെ മാറ്റിയിട്ട് CBIക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സാമാന്യബോധമുള്ള ആരും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഈ പറഞ്ഞതുപോലെ പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ശരിയല്ല. ആ മരണപ്പെട്ട ആളുകളുടെ അച്ഛനല്ല ആദ്യം പറഞ്ഞത്, മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പത്രസമ്മേളനം നടത്തിയിട്ട് ആദ്യം പറഞ്ഞത് CBI അന്വേഷിക്കണമെന്ന്. അതിനുശേഷമാണ് അച്ഛന്മാരത് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആവശ്യം തന്നെയാണത്. ചിദംബരത്തെ കൂട്ടിലാക്കുന്ന കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെയും മാതാപിതാക്കൾ ആവശ്യപ്പെടുമ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? വിശ്വാസമുള്ളത് ഈ താങ്കൾ നടത്തിയ പ്രസംഗം, താങ്കൾ പറയുന്നു 2.5 മിനിറ്റ് മാത്രം പ്രസംഗം. ഇവിടെ താങ്കൾ കേൾക്കുന്നുണ്ടോ? 2.5 മിനിറ്റ് മാത്രമുള്ള പ്രസംഗം അടർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്യുകയായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. എന്തായാലും അവിടെയുള്ള പാർട്ടി പ്രവർത്തകരോ ആരോ ആയിരിക്കുമല്ലോ ഇത് ചോർത്തിയത്. എന്തായാലും ഈ 2.5 മിനിറ്റ് പ്രസംഗം കൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന കുറ്റം വേണമെങ്കിൽ താങ്കളുടെ മേൽ ആരോപിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഗൂഢാലോചന കുറ്റമാണ്. അരിയൽ ഷുക്കൂർ കേസിന്റെ പേരിൽ ഇതുപോലെ മാധ്യമങ്ങളുടെ സമ്മർദ്ദത്തിന്റെയും UDF സമ്മർദ്ദത്തിന്റെയും ഭാഗമായിട്ട് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ ഉപയോഗിച്ചിട്ട് P ജയരാജനെതിരെയും TV രാജേഷിനെതിരെയും ഉണ്ടാക്കിയത്. കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ 118A വകുപ്പ് പ്രകാരം ഉണ്ടായിരുന്ന കേസ് CBIക്ക് വിട്ടിട്ട് 120B ആക്കി.
അതിന്റെ കുറ്റപത്രമാണ് കൊടുത്തത്. ആ 120B ആണല്ലോ എനിക്കെതിരെയും വരേണ്ടത്. ആ 120B ആണല്ലോ ഈ CBI അന്വേഷിച്ചാലും എനിക്കെതിരെ വരേണ്ടത്. വന്നോട്ടെ, CBIക്ക് വിടാൻ അവർ കോടതിയെ സമീപിക്കട്ടെ. അല്ലാതെ ഈ ഭരണ സംവിധാനത്തിന് അതിന്റെ പോലീസിൽ വിശ്വാസം ഉണ്ടായിരിക്കെ അവർ ഏറ്റവും കൃത്യമായിട്ട് മുസ്തഫ, ആ പ്രസംഗത്തെ കുറിച്ച് താങ്കൾ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും വിശദമാക്കാനുണ്ടോ? താങ്കൾ പറയുന്നത് പോലെ ഈ പ്രസംഗം സംപ്രേഷണം ചെയ്തതിലും ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് താങ്കൾക്ക് തോന്നുമെങ്കിൽ എനിക്ക് എന്റെ പാർട്ടി സഖാക്കളോ ആളുകളോ അതിൽ യാതൊരു തരത്തിലുമുള്ള ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. കാരണം ജനുവരി 5-നാണ് പീതാംബരനും സുരേന്ദ്രനും അവിടെ അതിക്രൂരമായിട്ട് ഒരു സംഘം കോൺഗ്രസ്സുകാരാൽ ആക്രമിക്കപ്പെടുന്നത്. ദിവസങ്ങളോളം മംഗലാപുരത്തെ ആശുപത്രിയിൽ ചികിത്സ നേടേണ്ടി വന്നു. അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ജനുവരി 3-ന്റെ BJP ഹർത്താൽ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CPM-ന്റെ ഓഫീസ് ആക്രമിക്കുന്നു. ഡിസംബർ 24-ന് മഹിളാ അസോസിയേഷന്റെ പൊതുയോഗം കഴിഞ്ഞു പോകുന്ന ആളുകളെ ആക്രമിക്കുന്നു. ഇതെല്ലാം വെച്ചിട്ടാണ് ജനുവരി 7-ന്റെ പ്രതിഷേധ യോഗം. ആ പ്രതിഷേധ യോഗത്തിൽ 40 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിലെ അതെല്ലാം അന്ന് തന്നെ ആ 40 മിനിറ്റ് പ്രസംഗവും അവിടുത്തെ DYFI പ്രവർത്തകർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. 1.5 മാസമായിട്ട് അത് ഫേസ്ബുക്കിലുണ്ട്. ഒരു കോൺഗ്രസ് നേതാവും അതിനെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഒരു UDF നേതാവും അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടില്ല. ഈ സംഭവം നടന്നപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പ്രസംഗത്തിന്റെ 2 മുസ്തഫ 7-ാം തീയതി ഈ പ്രസംഗത്തെ തുടർന്ന് ഈ കൊലപാതകം ഉണ്ടാകുമ്പോഴേ പ്രശ്നം ഉണ്ടാകുന്നത്. താങ്കളുടെ പ്രസംഗത്തിന്റെ അനന്തര ഫലം എന്നോണം ഈ നാട്ടിൽ ഒരു സംഭവം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഫേസ്ബുക്കിൽ ആരും ശബ്ദിച്ചില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് 2 ചെറുപ്പക്കാർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പ്രസംഗം ഉയർന്നു വന്നു. എന്തായാലും ഞാൻ പറയുന്നത് ആ പ്രസംഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞോളൂ. പറയാം. ഹലോ, ഞാൻ പറയട്ടെ. ആ പ്രസംഗം അതിന്റെ മുമ്പും പിറകിലുമുള്ള വരികൾ കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കേൾപ്പിച്ചത്. ഞാൻ അതിൽ ഊന്നിയ ഫോക്കസ് എന്താ? 5-ാം തീയതി സുരേന്ദ്രനും പീതാംബരനും ആക്രമിക്കപ്പെട്ടതുവരെയുള്ള സംഗതികൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഇത് കഴിഞ്ഞിട്ട് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേട്ടു നോക്കൂ. ആ പ്രസംഗത്തിന്റെ മുൻഭാഗം അതിൽ പറയുന്നത് ഇതുവരെയുള്ള ആക്രമണങ്ങളെല്ലാം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഈ കല്യോട്ട് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ നേരിടുന്ന പീഡനങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. ഇതെല്ലാം ഞാൻ പറയുക. ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പാതാളത്തോളം ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നത്. പാതാളത്തോളം ക്ഷമിക്കുന്നു. പക്ഷെ ഇനിയും ചവിട്ടാൻ വരരുത്. അങ്ങനെ ചവിട്ടാൻ വന്നാൽ പാതാളത്തിന് താഴെ പോകാൻ ഒരു സൗകര്യവുമില്ല. കാരണം വേദം പഠിപ്പിക്കുന്നത് പാതാളം വരെ ലോകമുള്ളൂ എന്നാണ്. സ്വാഭാവികമായിട്ടും ഇനിയും ചവിട്ടാൻ വന്നാൽ ഞങ്ങൾക്ക് അതിനപ്പുറം ക്ഷമിക്കാൻ കഴിയില്ല, മേലോട്ട് വരേണ്ടി വരും. അതിനെ സംബന്ധിച്ചുള്ള ഒരു ആലങ്കാരികമായ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ, ജനുവരി 7-ന് ശേഷം ഒരൊറ്റ അക്രമ സംഭവം കല്ലോട്ടുണ്ടായിട്ടില്ല. ഈ 1.5 മാസം ഒരൊറ്റ അക്രമ സംഭവം ഉണ്ടായിട്ടില്ല. അതിനെന്താ കാരണം? ജനുവരി 5-ന്റെ അക്രമത്തിന്റെ പേരിൽ ഈ കൊല്ലപ്പെട്ടവരുൾപ്പെടെയുള്ള പ്രതികൾ ജയിലിലായിരുന്നു, റിമാൻഡിലായിരുന്നു. അപ്പൊ ഇവരാണ് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ജനുവരി 7-ന്റെ എന്റെ പ്രസംഗമാണ് പ്രകോപനമായതെങ്കിൽ പിറ്റേ ദിവസം തന്നെ അവിടെ കുഴപ്പങ്ങൾ നടക്കണ്ടേ? നടന്നില്ലല്ലോ. നടക്കാത്തതിന് കാരണം കുഴപ്പം ഉണ്ടാക്കുന്ന സംഘം ജനുവരി 5-ന് പീതാംബരനെ ആക്രമിച്ച വധോദ്യമ കേസിൽപ്പെട്ട് ജയിലിലായി. ജയിലിൽ നിന്ന് അവർ പുറത്തു വന്നതിന് ശേഷമാണ് ദൗർഭാഗ്യമായിട്ടുണ്ടായത്. അപ്പൊ പീതാംബരന്റെ ആക്രമിച്ചത് ഉൾപ്പെടെ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പീതാംബരൻ പ്രതികാരത്തിന് പോകേണ്ട കാര്യമില്ല. എന്റെ സംശയം അതല്ല, പാർട്ടി പീതാംബരനെ കസ്റ്റഡിയിലെടുത്ത് കൊലപാതകയാക്കി ചിത്രീകരിക്കുമ്പോഴും ഈ നാട്ടിലെ കുറച്ചധികം ആളുകൾ ഇത് വിശ്വസിക്കുന്നില്ല. പീതാംബരൻ മാത്രമാണ് ഇത് ചെയ്തതെന്ന് പാർട്ടി വളരെ ശക്തമായി പറയുന്നുണ്ട്. പീതാംബരനാണ് കൊലപാതകം. അത് ഞാൻ പറഞ്ഞില്ലേ. മാത്രമല്ല, താങ്കൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളും CPM-കാരാണ്. പോലീസ് പറയുന്നതാണ്, പാർട്ടി പറഞ്ഞിട്ടില്ല. പോലീസിനെ പോലും ആൾക്കാർ വിശ്വസിക്കുന്നില്ല മുസ്തഫ. ഇപ്പോ അതല്ലേ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. പാർട്ടിക്ക് പോലീസ് പറയുന്നത് പോലും വിശ്വസിക്കുന്നില്ല, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ പറ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങൾക്ക് മാത്രമാണ് വിശ്വാസത്തിന്റെ പ്രശ്നം. ശ്രീ മുസ്തഫ പറയുന്നത് പോലെ നോക്കൂ, എത്ര 10,000-കണക്കിന് ആളുകളാ. ഒരു സെക്കൻഡ് മുസ്തഫ, കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. ശ്രീ ഉണ്ണിത്താൻ, താങ്കൾക്ക് അറിയും പോലെ കേൾക്കുന്നു. പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. ദയവായി ഈ മുസ്തഫയെ പോലുള്ള ആളുകളെ അങ്ങ് ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തരുത്. താങ്കള് ചോദിക്കുന്ന ചോദ്യം പെനട്രേറ്റ് ചെയ്ത് അയാളുടെ അകത്ത് കയറി അയാൾ കൂടുതൽ വെട്ടിലാകാൻ പോവുകയാണ്. കാരണം അങ്ങേര് നടത്തിയ കൊലവിളിയാണ് ശ്രീ MM മണി നടത്തിയ പോലെ. നമ്പർ 1, 2, 3, 4 ഒരുത്തിനെ വെട്ടിക്കൊന്നു, ഒരുത്തിനെ കുത്തിക്കൊന്നു, ഒരുത്തിനെ ചവിട്ടിക്കൊന്നു, ഒരുത്തിനെ വെടിവെച്ച് കൊന്നു. അങ്ങനെ 4 പേര് ചത്തിട്ടുണ്ട്. അവിടെ 4 പേരെയും കൊന്നത് അയാളാണെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു.
4 പേരെ കൊന്നവനെ വിദ്യുച്ഛക്തി മന്ത്രിയാക്കി. അപ്പൊ 2 പേരെ കൊല്ലാൻ കൊലവിളി നടത്തിയ മുസ്തഫ മിക്കവാറും അടുത്തവണ ആഭ്യന്തരമന്ത്രിയാവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. കാര്യം 4 കൊന്നവനെ വിദ്യുച്ഛക്തി മന്ത്രിയാക്കുമ്പോൾ 2 കൊല്ലാൻ പ്രേരണ കൊടുത്ത ആ കൊലവിളി പറയട്ടെ. എനിക്ക് പറയാൻ സമയം തരൂ. ഞാൻ മിണ്ടിയിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുന്ന സമയം മുസ്തഫ ഇടപെടാൻ പാടില്ല. മുസ്തഫ നിങ്ങൾ പറഞ്ഞോളൂ. മുസ്തഫ ഇടപെടുന്നില്ല, പറഞ്ഞോളൂ. പറഞ്ഞിട്ട് 1000 ദിവസമായി. 22 കൊലപാതകം കേരളത്തിൽ നടന്നു. നിങ്ങളുടെ പോലീസ് അന്വേഷിച്ച് നിങ്ങളുടെ പാർട്ടിക്കാരെ 18 കൊലക്കേസ് പ്രതികളാക്കി. എന്നിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കൊല ചെയ്യത്തില്ല, ഞങ്ങൾ കൊലയാളി പാർട്ടിയല്ലെന്നാ പറയുന്നത്. 22 കൊല നടന്നു. ആ 22 കൊലയിൽ 18 കൊലക്കേസിൽ പ്രതി മാർക്സിസ്റ്റുകാർ അറസ്റ്റ് ചെയ്തത്, കേസെടുത്തത്, FIR ഇട്ടത്, റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് നിങ്ങളുടെ പോലീസ്, പിണറായിയുടെ പോലീസ്. മാർക്സിസ്റ്റുകാരോട് പിണറായിയുടെ പോലീസിന്റെ വിരോധം എന്താ? നിങ്ങളെ പ്രതിയാക്കാൻ. എറണാകുളത്ത് ഒറ്റ വെട്ടിന് അഭിമന്യുവിനെ കൊന്നില്ലേ? അതിൽ 1-ാം പ്രതിയെ നിങ്ങൾ ഇതുവരെ പിടിച്ചോ? എന്താ പിടിക്കാത്തെ? ബാക്കി എല്ലാ പ്രതികളെയും പിടിക്കുന്നു പറഞ്ഞു. 1-ാം പ്രതിയെ ഇതുവരെ പിടിച്ചോ? ഇന്ന് ഈ ചർച്ച നടക്കുന്ന പിടിച്ചോ? പിടിക്കത്തില്ല, പിടിക്കാൻ പറ്റത്തില്ല. 1-ാം പ്രതി ആരാന്ന് CCTV ദൃശ്യങ്ങൾ അടുത്ത ഹോട്ടലുണ്ട്. മുഴുവൻ ഡോക്യുമെന്റൽ എവിഡൻസും CCTVയിലുണ്ട്. അതുകൊണ്ട് അഭിമന്യു എന്ന SFI നേതാവിനെ കൊന്ന 1-ാം പ്രതിയെ പിണറായി വിജയന് പിടിക്കാനുള്ള ചങ്കൂറ്റമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകം 972 പട്ടാമ്പി സംസ്കൃത കോളേജിൽ SFI നേതാവായ സെയ്താലിയെ കൊന്നു. അതിൽ 8-ാം പ്രതി ശങ്കരനാരായണൻ. അവൻ ഇന്ന് എവിടെ? ആ കേസ് എന്തായി? ആ സെയ്താലി എന്ന് പറയുന്ന SFI നേതാവിനെ കൊന്ന ആ ശങ്കരനാരായണന്റെ പേര് മാറ്റി അയാളുടെ പേരാ ബാബു M പാലശ്ശേരി. അയാളാണ് കുന്നംകുളത്ത് 2 പ്രാവശ്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച MLA ആയത്. അപ്പോ സഖാവ് സെയ്താലിയെ കൊന്നവനെ വെള്ളപൂശി പേര് മാറ്റി മാർക്സിസ്റ്റ് ആക്കി ആ പാർട്ടി ആയത്. 1969 ഒരു നിസ്സാര സംഭവമല്ലേ മുസ്തഫ? വാടിക്കൽ രാമകൃഷ്ണന്റെ കോടിയേരി എന്ന മറുപടി ഉണ്ടാകും. താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശ്രീ ഉണ്ണിത്താന്റെ ആരോപണം താങ്കൾ കേട്ടല്ലോ. ഈ കതറിട്ടിട്ട് ഉണ്ണിത്താൻ നടത്തുന്ന ഈ പുതിയ ഗാന്ധിസത്തിന്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കുകയല്ലാതെ മറ്റെന്താ ചെയ്യേണ്ടത്? താങ്കൾ ഇടപെടുന്ന പോലുമില്ല. ഞാൻ പറയട്ടെ, ഈ കേരളത്തിൽ ഇപ്പൊ 3 ആഴ്ച മുമ്പാണ് സഖാവ് സൈമൺ ബ്രിട്ടോ മരിച്ചുപോയത്. 35 വർഷക്കാലം ആ മനുഷ്യൻ ചക്രകസേരയിൽ അരക്ക് താഴെ തളർന്നിട്ടാ ജീവിക്കേണ്ടി വന്നത്. സൈമൺ ബ്രിട്ടോ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇടിവന്ന് വീണിട്ടല്ലോ അങ്ങനെ ആയത്. എറണാകുളത്തെ ജനറൽ ആശുപത്രിയുടെ വരാന്തയിലിട്ടിട്ട് സഖാവ് സൈമൺ ബ്രിട്ടോയെ കുത്തിയത് KSUവിന്റെ നേതാക്കളല്ലേ? അന്ന് KSU നേതാക്കളായിരുന്ന വയലാർ രവി, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ അന്ന് ഈ രാജ്മോഹൻ ഉണ്ണിത്താനും ചിലപ്പോൾ അന്ന് KSU നേതാവായിരിക്കാം. നിങ്ങൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെതിരെ നടപടിയെടുത്തോ? ഏതെങ്കിലും KSU നേതാവിനെ അതിന്റെ പേരിൽ പുറത്താക്കിയോ? ചീമേനിയിൽ 5 പേരെ ചുട്ടുകൊന്നു. ഇപ്പൊ പോലീസ് അന്വേഷണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. പിണറായിയുടെ പോലീസ് അന്വേഷിച്ചിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, CPMകാർ പ്രതികളായ 18 കേസുകളിൽ പ്രതികളെ പിടിച്ചു പിണറായിയുടെ പോലീസ് എന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഭരണത്തിൽ 87 ചീമേനിയിൽ 5 പേരെ ചുട്ടുകൊന്നു. ആ കേസിന്റെ സ്ഥിതി എന്തായെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അന്വേഷിച്ചോ? ആ കേസ് കരുണാകരന്റെ ഭരണത്തിൽ അന്വേഷിച്ച് കുളമാക്കി. അതുകൊണ്ട് പട്ടാപ്പകൽ 5 പേരെ ചുട്ടുകൊന്ന കേസിലെ ഒരു പ്രതി പോലും ശിക്ഷിക്കപ്പെട്ടില്ല. എല്ലാവരെയും വെറുതെ വിടുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഭരണം, ആ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലാണ് ഈ പറയുന്ന കല്യോട്ടിന് പെരിയക്കടുത്ത് ഉദുമ മാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് MP ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM പ്രവർത്തകനെ കുത്തിക്കൊല്ലുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ. ആ കൊലക്കേസിലെ ഒരു പ്രതി കാസർഗോഡ് പ്രസ് ക്ലബിൽ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, അന്നത്തെ DCC പ്രസിഡന്റ് CK ശ്രീധരനാണ് ഈ കൊലപാതകം നടത്താൻ ഞങ്ങളെ അയച്ചത് എന്ന്. ആ കേസിൽ ഉമ്മൻചാണ്ടിയുടെ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ വിചാരണ നടന്നപ്പോൾ എല്ലാ പ്രതികളെയും വെറുതെ വിടുകയാണ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇന്ന് തന്നെ ശ്രീ K സുധാകരന്റെ പ്രസ്താവന എന്താ? ഞങ്ങൾക്കുമുണ്ട് കൊല്ലാനുള്ള ആളുകളൊക്കെ നിയന്ത്രിക്കുന്നതാണെന്നാ K സുധാകരൻ പറയുന്നത്.
എന്നിട്ടാണ് ഇവിടെ കയറിയിരുന്നിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കോൺഗ്രസ് അഹിംസാവാദികളാണ്, ഗാന്ധിസ്റ്റുകളാണ്. മുസ്തഫ, നിങ്ങളും സുധാകരനും ഒരേ ഭാഷയിൽ സംസാരിക്കുന്നു. അതാണ് എന്റെ സത്യം. ഇന്നത്തെ പ്രസംഗ ഞാൻ ശ്രീ ടി ജി മോഹൻദാസിലേക്ക് പോകാൻ. ശ്രീ മോഹൻദാസ്, നിങ്ങളുടെ ചാനലിന്റെ 24 ന്യൂസ് ചാനലാണ് ആ വാർത്ത ഇപ്പൊ കാണിക്കുന്നത്. എന്താ, ഞങ്ങൾക്കുമുണ്ട് കൊല്ലാനുള്ള ആളൊക്കെ നിയന്ത്രിക്കുന്നതാണ് എന്ന് കെ സുധാകരൻ. അത് സത്യമാണ്. കാരണം എന്താ, ഈ പറഞ്ഞ കണ്ണൂരെ DCC മെമ്പറായിരുന്നു പുഷ്പരാജ്, അടുത്തിടെ മരിച്ചുപോയി. അദ്ദേഹം അവസാന വർഷങ്ങളിൽ സ്വന്തം കാലിൽ നടക്കാൻ പറ്റിയില്ല. ആ DCC മെമ്പറുടെ 2 കാലും അടിച്ചോടിച്ചതാരാ? മുസ്തഫ, എന്റെ ഒരു സംശയം എന്താണെന്നറിയാമോ? മറ്റുള്ള കൊലപാതക കണക്ക് പറഞ്ഞതുകൊണ്ട് കാസർഗോഡിൽ നടന്ന പെരിയയിലെ കൊലപാതകം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരല്ലേ അതിലെ പ്രതികൾ? ഞങ്ങൾക്ക് മറച്ചു വെക്കേണ്ട കാര്യമില്ല SK. അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നത്, CPM-ന് അതിൽ പങ്കാളിത്തമില്ല. അവിടെ പ്രാദേശികമായിട്ട് നിങ്ങളെല്ലാം കണ്ടല്ലോ. ഇപ്പം അവിടെ പ്രാദേശികമായിട്ട് എന്റെ പ്രസംഗം, ഞാൻ എന്തിനാ അവിടെ പോയിട്ട് ഒരു പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കേണ്ടി വന്നത്? വെറുതെ പോയിട്ട് ഒരു പ്രതിഷേധ യോഗം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഒരു പ്രതിഷേധ യോഗം ജനുവരി 7-ന് ഈ കൊലപാതകത്തിന്റെ 1.5 മാസം മുമ്പ് അവിടെ CPM-ന് സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ കല്യോട്ട് എന്ന് പറയുന്ന പ്രദേശത്ത് നിരന്തരമായിട്ട് CPM ആക്രമിക്കപ്പെടുന്നു എന്നല്ലേ? അങ്ങനെ ആക്രമിക്കപ്പെട്ടത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് പ്രതിഷേധ യോഗം ചേരേണ്ടി വന്നത്? ഞാൻ മുസ്തഫയിലേക്ക് വരാം. മറ്റൊരു ഗസ്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, ഈ കാസർഗോഡ് സംഘർഷഭരിതമായി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? CBI വന്നാലും അന്വേഷണം നേരായി നടക്കുമോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. CBI അന്വേഷണം വേണമെന്ന് അതിശക്തമായി മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. എന്നാൽ ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയാണ്. 7 പ്രതികൾ ഇപ്പോൾ ഇതിനകം പിടികൂടപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ തന്നെ ഈ അന്വേഷണം ഒതുങ്ങുമോ എന്ന് സംശയിക്കുന്ന ആളുകൾ കാസർഗോഡ്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇത് തുറന്നു പറയുണ്ടായി. ശ്രീ മോഹൻദാസ്, ഇതൊരു വല്ലാത്ത കുരുക്കാണ് ശ്രീകണ്ഠൻ നായർ, കേരളത്തിലെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇപ്പോൾ CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം, ഞാൻ ഈ കൊലപാതകങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇതിൻ്റെ വിക്ടിംസ്, അതിൽ എൻ്റെ പാർട്ടിക്കാരോ വേറെ പാർട്ടിക്കാരോ ഒക്കെയാണ്. ഇവരുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ, ഭാര്യമാരുടെ കണ്ണീര് കാണുമ്പോൾ ഒരുപാട് തവണ ഞാൻ ഈ ഒരു ആത്മപരിശോധന നടത്തിയിട്ടുണ്ട്. എന്താ ഇതിന് പരിഹാരം? ആ പരിഹാരത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. പ്രധാന സംഗതി, ഇപ്പോൾ CBI അന്വേഷണം ഇവരുടെ മാതാപിതാക്കളും ബന്ധുജനങ്ങളും ആവശ്യപ്പെടുന്നു. ഒന്ന്, സർക്കാരിന് ഗ്രേസ്ഫുള്ളി, ശരി നിങ്ങൾക്കതുകൊണ്ട് തൃപ്തിയാകുമെങ്കിൽ CBIക്ക് കൊടുത്തേക്കാം എന്ന് പറയാം, തെറ്റൊന്നുമില്ല അതിൽ. പക്ഷേ അതിലപ്പോൾ മുസ്തഫ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. സ്വന്തം പോലീസിൽ വിശ്വാസമില്ല എന്നൊരു പ്രഖ്യാപനം അല്ലേ അത് എന്നൊരു ചോദ്യം. അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല. സ്വന്തം പോലീസിൽ വിശ്വാസമുണ്ട്, പക്ഷേ ബന്ധുജനങ്ങൾക്ക് വിശ്വാസമില്ല ഈ പോലീസിൽ. അതിനവരുടേതായ കാരണമുണ്ട്. ആ കാരണം ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അവർക്ക് വിശ്വാസമില്ല. അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഇത് CBIക്ക് കൈമാറാം. ഇനി അത് ഒരു മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അവർ ഹൈക്കോടതിയിൽ വരുമ്പോൾ അതിനെ എതിർക്കാതിരിക്കുകയെങ്കിലും ചെയ്യാം. സർക്കാരിന് പറയാം, ഇത് CBIക്ക് വിടണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, പക്ഷേ കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിരോധവുമില്ല. ഇങ്ങനെ ഒരു സത്യവാങ്മൂലമെങ്കിലും കൊടുക്കാൻ സർക്കാർ തയ്യാറാവുമോ? അതിനും പിണറായി വിജയൻ സർക്കാർ തയ്യാറാവാൻ സാധ്യതയില്ല. കാരണം ഇതിനു മുമ്പ് കൊല്ലപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരനാണ് ഷുഹൈബ് വധക്കേസിൽ CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അവർ കോടതിയിൽ പോയി. സിംഗിൾ ജഡ്ജ് നമ്മുടെ ജസ്റ്റിസ് കെമാൽ പാഷ, അദ്ദേഹം അന്വേഷണം CBIക്ക് വിട്ടു. പിണറായി വിജയൻ അപ്പീലിൽ റിട്ട് അപ്പീൽ പോയിട്ട് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അത് ക്യാൻസൽ ചെയ്യിച്ചു. എന്തായിരുന്നു ആ വാശി? അപ്പോൾ CBIക്ക് വിടരുത് എന്നൊരു വാശി CPM-നുണ്ട്. മുസ്തഫ പറയുന്നു CBI പോങ്ങന്മാരാണ്, അവരന്വേഷിച്ച കേസൊന്നും ഇന്നും എത്തിയില്ല, ഞങ്ങളെ അവർക്കൊന്നും ചുക്കും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ പോലും മുസ്തഫയ്ക്ക് ഉള്ളിലൊരു ഭയമുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ. ശ്രീ മോഹൻദാസ്, ഒരു സെക്കൻഡ് ഞാനൊന്ന് ചോദിക്കട്ടെ. ശ്രീ മുസ്തഫ, നിങ്ങൾക്ക് CBI അന്വേഷണം നിങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ്, CBI അന്വേഷണം വന്നാൽ നിങ്ങൾക്കുള്ളിലൊരു ഭയമുണ്ടോ? അതായത് സ്വതന്ത്രമായൊരു അന്വേഷണം നടന്നാൽ ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം പിടിക്കപ്പെട്ടവരിൽ മാത്രമല്ല മുകളിലുള്ള നേതാക്കന്മാരിലേക്കും നീളും എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഭയപ്പെടുന്നുണ്ടോ? ശ്രീ മോഹൻദാസ് ഇപ്പൊ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ വന്നു. ഗവൺമെന്റ് നേരിട്ട് CBIക്ക് വിടുന്നില്ല. ബന്ധുക്കൾ കോടതിയിൽ പോയാൽ
ഗവൺമെന്റ് എതിർക്കാതിരിക്കുന്നു. അങ്ങനെയാണല്ലോ കോട്ടയത്ത് കോളേജ് അധികൃതരുടെ പീഡനത്തിനിരയായി മരിച്ച ജിഷ്ണു പ്രണോയുടെ കേസ് അത് CBIക്ക് വിടാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബന്ധുക്കൾ പിന്നെ ഹർജിയുമായിട്ട് വന്നപ്പോൾ ഗവൺമെന്റ് എതിർത്തില്ലല്ലോ. ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു. കാരണം അത്രമേൽ സമ്മർദ്ദം വന്നപ്പോൾ പിന്നെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ എതിർക്കുന്നില്ല, അങ്ങനെ CBIക്ക് വിട്ടു. പക്ഷേ എതിർത്ത കേസുകളുണ്ടല്ലോ മുസ്തഫ, ശുക്കൂർ കേസിലൊക്കെ എതിർത്തല്ലോ. CBIക്ക് വിട്ടിട്ട് എന്തായി? അത് എതിർത്തിട്ട് ആ കുറ്റപത്രത്തിന്റെ സ്ഥിതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എതിർത്തിട്ടും CBIക്ക് വിട്ടു. ആ CBI മാസങ്ങൾ അന്വേഷിച്ചിട്ട് ഇപ്പൊ ഒരു കുറ്റപത്രം കൊടുത്തല്ലോ, അനുബന്ധ കുറ്റപത്രം. എന്താ കോടതി എടുത്ത നിലപാട്? കോടതിയെ മറ്റൊരു ഇലക്ഷൻ തള്ളിയെന്ന് താങ്കൾ പ്രചരിപ്പിക്കരുത്. വിട്ടത് എന്തായി ആ കേസിന്റെ നിലപാട്? അത് ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നാണെന്ന് കോടതി പറഞ്ഞത്. ഏതാ? തലശ്ശേരി കോടതി അനുബന്ധ റിപ്പോർട്ട് സ്വീകരിച്ചില്ലെങ്കിലും ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? ആയിക്കോട്ടെ. ഹൈക്കോടതി വരും. ഞാൻ പറയുന്നത് ഈ നിയമത്തിന്റെ അവിടുത്തെ കോടതി പറഞ്ഞത് നിങ്ങൾ ഈ പെറ്റീഷൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും, യാതൊരു തർക്കവുമില്ല. ലാവ്ലിൻ കേസ് നിങ്ങൾ ഇതേപോലെ CBIയെ വെച്ചിട്ട് എത്രമേൽ അലക്കിയതാണ്. എന്നിട്ട് പിണറായി വിജയൻ ഒരു രാഷ്ട്രീയ നേതാവല്ലേ? അദ്ദേഹം ഒരു അഴിമതി കേസിൽ പ്രതിയായി. ഒരു വിചാരണയെ എന്തിനാ അദ്ദേഹം ഭയപ്പെടുന്നത്? ഒരു ട്രയൽ നടക്കട്ടെ. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതിയിൽ ഇല്ലാതെ ഒരു കുറ്റപത്രം റദ്ദാക്കേണ്ട കാര്യം എന്താ മുസ്തഫയ്ക്ക് നിയമം അറിയാമല്ലോ. ഒരു വിചാരണ കോടതി വിചാരണ കൂടാതെ കുറ്റപത്രം റദ്ദ് ചെയ്തു. എന്തിനാ? വിചാരണ നടക്കട്ടെ. പിണറായി വിജയൻ കൈക്കൂലി വാങ്ങിച്ച അതൊക്കെ അകത്ത് കിടക്കട്ടെ, നമുക്കെന്താ? അല്ല ഞാൻ ചോദിക്കുന്നത്, വിചാരണ നടത്താനുള്ള കോപ്പതിനകത്തില്ലെങ്കിൽ എങ്ങനെയാ വിചാരണ നടത്തുക കോടതി? താങ്കൾക്കും നിങ്ങൾ ആ കേസ് എപ്പോഴാ പ്രൊസീഡ് ചെയ്തത്? ആരുടെ ചേംബറിലാ പ്രൊസീഡ് ചെയ്തത്? അതൊന്നും ഇനി പുറത്തു പറയണ്ട. പിണറായി വിജയൻ ഈ കേസിൽ നിന്ന് ഊരിപ്പോയത് എങ്ങനെയാന്ന് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. കൊച്ചുകുട്ടിക്ക് പോലും അറിയാം പിണറായി വിജയൻ അങ്ങനെ ഊരിക്കൊണ്ട് പോയെന്ന്. എല്ലാവർക്കും അറിയാം. നിങ്ങൾ CBIയെ ഉപയോഗിച്ച് കളിച്ച ഇതുപോലെ 2019 തെരഞ്ഞെടുപ്പാണ്. ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് കളിച്ച രാഷ്ട്രീയ നാടകം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും അംഗീകാരമുള്ള രാഷ്ട്രീയ നേതാവായിട്ട് സഖാവ് പിണറായി വിജയൻ മാറി. അങ്ങനെയാ സഖാവ് പിണറായി വിജയൻ മാറിയത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹം മാറിയില്ല. വാടിക്കൽ രാമകൃഷ്ണനെ കൊന്ന പിണറായി വിജയൻ ജനങ്ങളെ ആരാധിക്കുന്ന നേതാവെന്നൊക്കെ പറയാതെ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരി ഫുലാൻ ദേവി പാർലമെന്റിൽ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ജനങ്ങൾ ആരാധിക്കുന്നു പറയാതെ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരിയാ അവർ MP ആയി. അതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. താങ്കൾ അതുകൊണ്ട് പഴയ ചരിത്രം പറയണ്ട. തട്ടിൽ കേസിൽ കരുണാകരൻ ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ വന്ന പെശക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ച് കരുണാകരൻ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. ഞാനൊരു സുഭാഷ് ബാബു, ഈ കേസ് കുറച്ചുകൂടി സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നു, മറുഭാഗത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് പ്രവർത്തകരും മാതാപിതാക്കളും പറയുന്നു ഇത് CBIക്ക് വിടണം എന്ന്. ഇന്ന് കോൺഗ്രസ് നേതാവിൻ്റെ K. സുധാകരൻ്റെ പ്രസ്താവന വന്നു, ഇൻ കേസ് CBIക്ക് വിടാൻ പിണറായി ഗവൺമെൻറ് തീരുമാനിക്കുന്നില്ലെങ്കിൽ ഈ അച്ഛനമ്മമാരെ കൊണ്ട് കോടതിയിൽ പോകും കോൺഗ്രസ് എന്ന് K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ഒരു കേരള പോലീസിൽ സർവ് ചെയ്തൊരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അങ്ങെന്താണ് പറയുന്നത്? സാധാരണ കേസുകൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചതിന് ശേഷം അതിന് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെടുത്ത് കൊടുക്കും. അതുമല്ലെങ്കിൽ അതിനകത്ത് അന്വേഷണത്തിന് അപാകതയുണ്ടെങ്കിലും പരാതികൾ വരുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതിനകത്ത് സംശയം തോന്നുന്ന സാഹചര്യം വരുമ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് കൊടുക്കും. ആ 3 സംവിധാനമേ കേരള പോലീസിലുള്ളൂ. അപ്പോൾ അത് കേരള പോലീസിന് അതിനപ്പുറത്തേക്ക് പരീക്ഷണമൊന്നും നടത്താൻ പറ്റില്ല.
പക്ഷേ എപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ, പ്രത്യേകിച്ച് പ്രതിസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഭരണകക്ഷിയിലുള്ള ആളുകളാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആളുകൾ അതിനകത്ത് ഒരുപാട് സംശയദൃഷ്ടിയോടായിരിക്കും അന്വേഷണത്തിനെ കാണുന്നത്. പിന്നെ അതിൽപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ എടുത്തതിന് ശേഷം ഇതിനകത്ത് അസംഭാവ്യതകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് കേരളത്തിൽ. അത് പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ ചേരിതിരിവിൻ്റെ ഭാഗമായിട്ട് അവസരോചിതമായിട്ട് അവർക്ക് വേണ്ട സ്ഥാനലബ്ധിക്കോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രത്യേകതകൾക്കനുസരിച്ച് പല വൃത്തികേടുകളും ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അനാവശ്യമായിട്ട് ഈ പഴിചാരലൊക്കെ എത്തിപ്പിടിക്കുന്നത്. പക്ഷേ ഇങ്ങനെ CBIക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ വരുന്നത് ഇതുവരെ പോലീസ് അന്വേഷിച്ച ഫയലിലെ ഡീറ്റെയിൽസാണ്. ആ ഫയലിലെ ഡീറ്റെയിൽസ് നോക്കി പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കേറി ഒരു CBI അന്വേഷണമൊന്നും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടും. പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, അതായത് ഒരു CBI അന്വേഷണം ഇപ്പൊ താങ്കൾ കരുതുന്നത് പോലെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന CPM തന്നെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു കേസിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് സംവിധാനത്തിൽ നാട്ടുകാർക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഒരു CBI തന്നെ കേസ് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള നേരികൾ പുറത്തു വരൂ എന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നതിന്റെ ഒരു ഔചിത്യവും സാങ്കത്യവും എങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? അല്ല, ഞാൻ പണ്ട് മുതൽ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് കൊലക്കേസുകൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും അത് കേരള പോലീസിന് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു സംവിധാനം അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. പണ്ടും എന്നും ഞാൻ അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ടാണ് സ്വാധീനിപ്പിക്ക അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അത് എത്ര സത്യസന്ധമായി അന്വേഷിച്ചാൽ തന്നെയും ഒരു വിഭാഗം ആളുകൾ അംഗീകരിക്കും. ഇപ്പം മറ്റൊരു വിഭാഗം വരുന്ന അവസരത്തിൽ എന്തായാലും ശരി പോലീസിനെ സ്വാധീനിക്കപ്പെട്ടു എന്ന് തീർത്തും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എനിക്ക് തന്നെ ഒരുപാട് കേസിൽ നേരിട്ട് അനുഭവമുള്ളതാണ്. ഞാൻ അന്വേഷിക്കുന്നതിന് അങ്ങനെ വരാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷിച്ചിട്ടുള്ളത്. വലിയ പരാതികളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എക്സ്ട്രീമിസ്റ്റ് കേസുകൾ അന്വേഷിച്ചിട്ടും എനിക്കങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് അങ്ങനെ ഒരു അവിശ്വാസ്യത ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രതിസ്ഥാനത്തുള്ളത് പ്രത്യേകിച്ച് ഭരണകക്ഷിയിലുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ന്യായം കിട്ടില്ല എന്ന് പൊതുവെ ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കേസ് അന്വേഷിക്കുന്നതിന് പ്രത്യേക ഒരു സംവിധാനം, അതായത് കേരള പോലീസിൻ്റെ നിയന്ത്രണത്തിന് അതീതമായി മറ്റ് ഗവർണർക്കിടെ ആയിക്കോട്ടെ ഇതിനു വേണ്ടി മാത്രമെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇരിക്കുമ്പോഴെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യാൻ പല നല്ല ഉദ്യോഗസ്ഥന്മാരും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേരള പോലീസിൽ നിന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് CBIയിലും NIAയിലും ഒക്കെ പോയി ഒരുപാട് നല്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അവരവിടെ സർവ് ചെയ്യുന്നുണ്ട്. അതായത് പലപ്പോഴും ഈ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രതികളെ ഹാജരാക്കുകയാണ് പലപ്പോഴും പാർട്ടിക്കാർ ചെയ്യുന്നത്. ഈ കേരളത്തിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പലപ്പോഴും ഡെമ്മികളെ സംഭാവന ചെയ്തിട്ടുണ്ട് താനും. അപ്പോൾ പീതാംബരനെ പോലെ ഒരാൾ ഒരു ഇരുമ്പ് റോഡ് ഇട്ടിട്ടുണ്ട്, ദണ്ട് കയ്യിലിട്ടിട്ടുണ്ട് എന്ന് പറയുന്ന, കൈക്ക് നല്ല സ്വാധീനമില്ലാത്ത ഒരാൾ ഇത്രയും വലിയ വെട്ടി 2 ആളുകളെ കൊന്നു എന്ന് പറഞ്ഞാൽ കോടതിയിൽ തള്ളിപ്പോകും എന്ന ഒരു ധാരണയിലായിരിക്കും പീതാംബരൻ പ്രതിയാക്കപ്പെട്ടത്. അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് അങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്ന അവസരത്തിൽ പോലീസ് അതിനകത്തിലെ എല്ലാ ഭവിഷ്യത്തുകളും ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കൈക്ക് അങ്ങനെ റോഡ് ഇട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അതേമാതിരിയുള്ള ശാരീരികമായ എന്തെങ്കിലും ശക്തിക്ഷയം ഈ കൈക്കുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കി തെളിവിൽ ഹാജരാക്കേണ്ടതവരാണ്. അതുകൊണ്ട് ഈ ഓരോ വെട്ടിൻ്റെ ആഴം എത്രയാണ്, ആയുധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം ശക്തിയുള്ള വെട്ടായിരിക്കും അതെന്ന് തെളിയിക്കാൻ ഡോക്ടർമാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ വശങ്ങളും പോലീസ് അന്വേഷിക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരള പോലീസ് ഇങ്ങനെയുള്ള കേസുകൾ അന്വേഷിക്കുമ്പോൾ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു സത്യമാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് സാധാരണ പ്രതികളിലേക്ക് എത്തിയാൽ പോലും ശരിയായുള്ള ഗൂഢാലോചനയിലേക്ക് എത്തുന്നതിന് അവസരത്തിൽ കേരള പോലീസിന് അമാന്തം കാണിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ താങ്കൾ ചോദിച്ച മാതിരി സറണ്ടർ പ്രതികളാണ് നമ്മുടെ ഈ അധികവും രാഷ്ട്രീയ കേസുകളിൽ ഉണ്ടാകുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് സറണ്ടർ ചെയ്യുന്ന പരിപാടി പോലീസ് നിർത്തണം. ഇതിനകത്തിലും കേസ് സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്യേണ്ട, അവരവിടെ നിൽക്കട്ടെ. പോയി പോലീസ് അറസ്റ്റ് ചെയ്യുന്നവ എന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നത്? അത് തന്നെ വിശ്വാസ്യതയുടെ ഒരു ചോദ്യം ചെയ്യലല്ലേ? അവരെവിടെങ്കിലും ഇരിക്കട്ടെ, പേടെ അവരോട് പറഞ്ഞു കൊടുത്തോ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞാൽ പോലീസ് പോയി പിടിച്ചോട്ടെ. ഇത് പോലീസിൻ്റെ അടുത്തേക്ക് അവരുടെ ഒത്താശയോട് സംരക്ഷണത്തോടു കൂടി കുറേ ആളുകളെ അവിടെ എത്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്താരെങ്കിലും പ്രത്യേകിച്ച് ഇതിൽ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഈ പ്രതികളെ സത്യസന്ധമായി പോലീസ് അന്വേഷിക്കുമെന്ന് വിശ്വസിക്കുമോ? ഇല്ല. പോലീസ് തന്നെ പിടിക്കട്ടെ, അന്വേഷിക്കട്ടെ. ഞാൻ ശ്രീ മുസ്തഫയിലേക്ക് പോകുന്നു. ശ്രീ മുസ്തഫ, ഈ സുഭാഷ് ഞാൻ മടങ്ങി വരാം. ശ്രീ മുസ്തഫ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് പ്രതികളെ ഹാജരാക്കുന്ന ഒരു രീതി CPM-ഉം BJP-യും ഒക്കെ തന്നെ
ഒരു പരിധിവരെ കണ്ണൂരിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം തന്നെ പറയുന്നത്, ഒരു അനുഭവസമ്പന്നനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പറയുന്നത് പോലെ പ്രതികളെ കൊണ്ട് ഹാജരാക്കി കൊടുക്കുന്നൊരു രീതി, പോലീസിൻ്റെ ജോലിയുടെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്ന ഒരു ജോലി, അത് തന്നെ ആളുകളിൽ അവിശ്വാസത്തിൻ്റെ കാറ്റ് ഉണ്ടാക്കത്തില്ലെന്ന് വിചാരിക്കുക. ആളുകൾ വിശ്വസിക്കുമോ? ബഹുമാന്യനായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൽ ചിലത് പൊരുത്തക്കേടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കേരളത്തിലാകുമ്പോൾ ഇവിടുത്തെ സർക്കാർ രാഷ്ട്രീയക്കാരുടേതാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് രാഷ്ട്രീയക്കാരുടേതാകുമ്പോൾ ഇവിടുത്തെ പോലീസിൽ രാഷ്ട്രീയ സ്വാധീനം, അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കേസുകൾ ഇവിടുത്തെ പോലീസ് അന്വേഷിക്കുമ്പോൾ ബയാസ്ഡ് ആവും. CBI എന്തേ അങ്ങനെ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയാണോ? NIA എന്തേ സ്വതന്ത്രമായ അന്വേഷണ ഏജൻസിയാണോ? അതെല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലല്ലേ? കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമില്ലാത്തവരുടേതാണോ? അതും രാഷ്ട്രീയമുള്ളവരുടേതല്ലേ? അതുകൊണ്ടല്ലേ ഇന്നലെകളിൽ കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ അന്നത്തെ CBIയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്ന് സുപ്രീം കോടതി കൂട്ടിലടച്ച സത്യമാണെന്ന് പറഞ്ഞത്. ഇന്നിപ്പോ മോഡി അധികാരത്തിലിരിക്കുമ്പോൾ CBIയെ തെറ്റായി ഉപയോഗിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്ന് വിമർശനം വന്നില്ലേ? അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ കേസുകൾ കേരളത്തിന് വെളിയിലുള്ള കേന്ദ്ര സർക്കാരിന് ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ അതിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? രാഷ്ട്രീയം ഉണ്ടാകുമെന്നുള്ളതിന്റെ തെളിവല്ലേ കേരളത്തിൽ CBI ഏറ്റെടുത്ത പല കേസുകളും രാഷ്ട്രീയ പ്രേരിതമായിട്ട് പ്രതിപട്ടിക ഉണ്ടാക്കിയതിൻ്റെത്. അങ്ങനെയാണല്ലോ ലാവ്ലിൻ കേസും ഷുക്കൂർ കേസും എല്ലാം ഇപ്പോ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളത്. രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലേ CBI അതിന്റെ കുറ്റപത്രങ്ങളും കാര്യങ്ങളും തയ്യാറാക്കിയത്. അങ്ങനെയല്ലേ നമ്മളെല്ലാം ഈ ചർച്ചയുടെ ഭാഗമായിട്ടും ഓർമ്മിക്കുന്ന TP കേസ് CBIയെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് 64 പേരെ, CPMന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകൻ തൊട്ട് ഏറ്റവും ഉയർന്ന പ്രവർത്തകർ വരെ, സഖാവ് മോഹനൻ മാഷ് ഉൾപ്പെടെ 64 പേരെ പ്രതികളാക്കി. കേസിൽ വലിയ വാദങ്ങൾ നടന്നു. അവസാനം ശിക്ഷിച്ചത് എത്രയാണ്? വെറും 8 പേരെ. ബാക്കി മുഴുവൻ പേരെയും വെറുതെ വിടുന്ന അവസ്ഥയുണ്ടായില്ലേ? അപ്പൊ CBIയും രാഷ്ട്രീയ പ്രേരിതമാണ്, NIAയും രാഷ്ട്രീയ പ്രേരിതമാണ്. അവരുടെ പുറകിലുമുള്ളത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന സർക്കാരുകൾ തന്നെയാണ്. മുസ്തഫ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. മുസ്തഫ, ഇന്ന് നിങ്ങൾ കൊലക്കേസ്, നിങ്ങൾ MLAയും നിങ്ങൾ MPയും കൊലക്കേസ് പ്രതിയുടെ വീട്ടിൽ, അതായത് ഈ പീതാംബരന്റെ വീട്ടിൽ ചെന്നു, സന്ദർശനം നടത്തി, മാധ്യമങ്ങൾ നിറഞ്ഞു, നാളെ പത്രങ്ങളിൽ നിറയാൻ പോകുന്നു. അപ്പോൾ ഇതിലൂടെ അതേസമയം ഇരകളുടെ വീടുകൾ നിങ്ങൾ സന്ദർശിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾ സുരക്ഷാ കാരണങ്ങൾ പറയും, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യും, കണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ നിങ്ങൾ ഒരു പീതാംബരനെ പോലെ മുഖ്യമായി ഈ കൊലക്കേസിൽ കൊല നടത്തിയ ആളെ എന്ന് പാർട്ടി കൂടി പറയുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ വീട് ഇത്രയും CPMന്റെ സമുന്നതരായ നേതാക്കൾ സന്ദർശിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഞങ്ങൾ കൊലപാതകളുടെ കൂടെയാണ് എന്നാണോ? എത്ര ഗതികെട്ട ചോദ്യമാണിത്. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ലോകത്തെവിടെയും ഇന്നിപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത് എന്താ? ഏറ്റവും ക്രൂരനായ തടവ് പുള്ളിക്ക് പോലും മനുഷ്യാവകാശമുണ്ട് എന്ന. ഏറ്റവും ക്രൂരനായ തടവ് പുള്ളിക്ക് പോലും, ഒരു കേസിൽ ഏറ്റവും ക്രൂരമായ കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവ് പുള്ളിക്ക് പോലും മനുഷ്യാവകാശമുണ്ട് എന്നാണ്. എന്റെ മുസ്തഫ, ഈ മനുഷ്യാവകാശം നിങ്ങൾ ആ മരിച്ചുപോയ രണ്ടുപേരുടെ വീട്ടുകാർക്കും കൊടുക്കണ്ടേ? പീതാംബരന്റെ ഭാര്യ പ്രതിയാണോ? പീതാംബരന്റെ അവർക്ക് ഏതാ? അതായത് അവിടെ കൊല്ലപ്പെട്ട രണ്ടുപേരുടെ വീടുണ്ടല്ലോ, അവിടെ അവർക്കുമില്ലേ മനുഷ്യാവകാശം? അത് നിങ്ങൾ സംരക്ഷിച്ചില്ലല്ലോ, നിങ്ങൾ ഒരു ഭാഗത്തല്ലേ പോയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ SKE ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ ചില പരാമർശം നടത്തിയതിന്റെ പേരിൽ വല്ലാതെ കുപിതനായല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞത് അറിയോ? താങ്കൾ അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം ഉന്നയിച്ചു. താങ്കളെ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ അച്ചാരം വാങ്ങി കൊലപാതക കേസിൽ ഇടപെടുന്നുണ്ട്, നിങ്ങൾ തെളിയിക്കണം. വലിയൊരു പ്രസ്ഥാനത്തിന്റെ ആളുകളല്ലേ നിങ്ങൾ. പീതാംബരന്റെ ഭാര്യയുടെയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും കരച്ചിൽ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ SKE ഇപ്പൊ ഈ ചോദ്യം ചോദിക്കില്ല. എന്തേ ആ വീട്ടിൽ പോയതെന്ന്. ആ കരച്ചിൽ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ മുഴുവനും നിശേഷം തീയിട്ട് നശിപ്പിച്ചു. 9ാം ക്ലാസ്സിൽ ആ കുഞ്ഞ് പഠിക്കുന്നത്, പരീക്ഷ അടുത്ത മാസമാ. ആ കുഞ്ഞെന്ത് പിഴച്ചു? അവിടെ അച്ഛൻ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞെന്ത് പിഴച്ചു? അപ്പുറത്ത് രണ്ടാളുകളും മരിച്ചു കിടപ്പുണ്ട്. അത് മറക്കരുത് മിസ്റ്റർ മുസ്തഫ. മുസ്തഫ ഇങ്ങനെ ആവേശം കൊള്ളുമ്പോ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, തൊട്ടയലത്ത് രണ്ടുപേരും മരിച്ചു കിടക്കുക. അവിടെ പോകാൻ ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ തയ്യാറായി. പക്ഷെ കോൺഗ്രസിന്റെ കാസർകോട്ടെ നേതൃത്വമാണ് പറയുന്നത്, വന്നാൽ ഞങ്ങൾ തടയും, കുഴപ്പമുണ്ടാക്കും. മന്ത്രി ചന്ദ്രശേഖരൻ ഇവിടെ പോയി, ഒന്നും സംഭവിച്ചില്ലല്ലോ. കരിങ്കൊടി പിടിച്ചിട്ട് അങ്ങനെയല്ലേ ഉണ്ടാക്കിയത്. അപ്പോ ഒരു കൊലപാതകം നടന്ന വീട്ടിൽ പോയി ബലമായി പോയി പ്രകോപനം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം.
അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. വേണ്ടി സെൻസേഷണലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. അവിടെ പോകേണ്ടതില്ല എന്ന് കോൺഗ്രസ്. ശ്രീ ഉണ്ണിത്താൻ, പീതാംബരന്റെ വീട് അടിച്ചു തകർത്ത് അവരുടെ സ്വൈര്യവും സമാധാനവും മനുഷ്യാവകാശങ്ങളും തകർത്ത കോൺഗ്രസ് പ്രവർത്തകർക്ക് മാപ്പില്ല. ശ്രീകണ്ഠൻ നായർ, എനിക്കൊരു വലിയ പരാതിയുണ്ട്. ഈ ചർച്ച വളരെ ഏകപക്ഷീയമായി പോവുകയാണ്. മുസ്തഫയ്ക്ക് ആവശ്യത്തിലധികം കൊന്നുതള്ളിയ മുസ്തഫയ്ക്ക് ആവശ്യത്തിലധികം സമയം കൊടുക്കുക, എരയുടെ പ്രസ്ഥാനത്തിന് സമയം തരാതിരിക്കുക, എന്തൊരു മര്യാദയാ? ആരോപണം ഞാൻ പറയാം. അല്ലല്ലോ, സൈമൺ ബ്രിട്ടോ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് വാചാലനായി മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട മുസ്തഫ, KSUവും SFIയും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് സൈമൺ ബ്രിട്ടയെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. മറ്റുള്ളവരെ KSUക്കാരെ അഡ്മിറ്റ് ചെയ്തു. ആശുപത്രിയിൽ കിടക്കുന്ന KSUക്കാരെ വടിവാളും മാരകായുധങ്ങളുമായി വന്ന് വീണ്ടും ആക്രമിച്ചു CPM ഗുണ്ടകൾ. ഒരു സെക്കൻഡ് ഞാൻ പറയുമ്പോ ഞാൻ മുസ്തഫ എടുത്ത് പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ മിണ്ടിയിട്ടില്ല, നിങ്ങൾ സമ്മതിക്കത്തുമില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയുന്നത്? ഒരു ഇച്ചിരി നേരെ എന്നെ മുസ്തഫ ഞാൻ പറഞ്ഞു കേക്ക്. KSUക്കാരെയും സൈമൺ ബ്രിട്ടയെയും ഒരേ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു. ആ ആശുപത്രിയിൽ കയറി അവിടെ കിടക്കുന്ന KSUക്കാരെ വീണ്ടും മാരകായുധം കൊണ്ട് ആക്രമിച്ചപ്പോ ആ ആക്രമിക്കാൻ കൊണ്ടുവന്ന ഒരു ഇരുമ്പ് കമ്പി വാങ്ങിച്ചിട്ടാണ് സൈമൺ ബ്രിട്ടോയ്ക്ക് അടിക്കുന്നത്. അടിച്ചിട്ടാണ് സൈമൺ ബ്രിട്ടോ ഈ നിലയിലായത്. ഒരു കാര്യം മുസ്തഫ എടുത്ത് പറയാം, ഞാൻ മുസ്തഫയെ വെല്ലുവിളിക്കുന്നു. സൈമൺ ബ്രിട്ടയെ ആക്രമിച്ചവൻ ഇപ്പൊ നിലമ്പൂരിലുണ്ട്. അവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് നിലമ്പൂരിൽ. ഞാൻ മുസ്തഫയെ വെല്ലുവിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് ഈ ശ്രീകണ്ഠൻ നായരെ കൂട്ടി നിലമ്പൂർ പോകാം. ആ സൈമൺ ബ്രിട്ടയെ ആക്രമിച്ചവൻ മാർക്സിസ്റ്റ് അല്ലെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. അവൻ മാർക്സിസ്റ്റ് ആണ്. അവന്റെ അച്ഛന്റെ പേര് എനിക്കറിയാം, അവന്റെ കുടുംബം അറിയാം. അവനെ ഇപ്പൊ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി കൊണ്ടു നടക്കുക. ബ്രിട്ടോയോട് പ്രേമം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൂത്തുപറമ്പിൽ വെടിവെപ്പുണ്ടായല്ലോ, ആ രക്തസാക്ഷികളെ ആരാ ഉണ്ടാക്കിയത്? രാഘവൻ. എന്നിട്ട് രാഘവന്റെ ശവം ചുമക്കാൻ പോയവരല്ലേ നിങ്ങൾ? അതൊന്നും പറയണ്ട. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം. ഈ കൊലപാതകം നടന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രനും ഞാനും പരിയാരം മെഡിക്കൽ കോളേജിൽ മോർച്ചറി പോയി ഡെഡ് ബോഡി കണ്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ കല്യോട്ട് പോയി, 2 വീട്ടിലും പോയി. ആ അച്ഛന്റെയും അമ്മയുടെയും സഹോദരിമാരുടെയും കരച്ചിൽ ഞങ്ങൾ കണ്ടു. അവരാണ് ഞങ്ങളോട് പറഞ്ഞത്, ഈ പോലീസ് അന്വേഷിച്ചാൽ അന്വേഷണം നന്നാവില്ല, എന്റെ മകളെ കൊന്ന യഥാർത്ഥ പ്രതികളെ പിടിക്കില്ല, അതുകൊണ്ട് കേസ് CBIക്ക് വിടണം. ആ മാതാപിതാക്കന്മാരുടെ ആവശ്യമാണ് മുല്ലപ്പള്ളി പത്രക്കാരോട് പറഞ്ഞത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരന്റെ അച്ചാരം വാങ്ങിച്ചിട്ട് വേണോ ആ വീടുകളിൽ പോകാൻ? ചന്ദ്രശേഖരൻ പോയല്ലോ, എന്തോ ഇതാണ്. അപ്പോ അവിടെ പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രി കളിച്ച കള്ളക്കളിയായത്. കേരളത്തിലെ മുഖ്യമന്ത്രി RSSുകാർ ഊരിപ്പിടിച്ച വാളിന്റെ നടുവിലൂടെ നെഞ്ചു പിരിച്ചു പോയ ആളല്ലേ. അയാൾക്ക് എന്തിനാ അവിടെ പോകാൻ പേടി? എന്തിനാ പേടി? ഇപ്പോ 25 പോലീസുകാരുണ്ട്, കൂടെ ആംബുലൻസും ഉണ്ട്, പിന്നെന്താ പേടി? അപ്പോ ഇതൊന്നും പേടിയുടെ അവസ്ഥയല്ല. കോൺഗ്രസുകാർ ഒരു ചുക്കും ചെയ്യില്ല. ആ അച്ഛൻ പറഞ്ഞല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭരണം ഞങ്ങളെ കാണണം, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഒരുപാട് പറയാറുണ്ട്, ഈ കേസ് CBIക്ക് വിടാൻ. ആ കുടുംബം പറഞ്ഞില്ലേ വരണമെന്ന്. അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് കൊന്ന് അറപ്പ് തീർന്നിട്ടില്ല, ഇപ്പോഴും നടക്കുക. എന്നിട്ട് ആ വീട്ടിൽ പോയോ? ഞങ്ങൾ മുല്ലപ്പള്ളി പറഞ്ഞില്ലേ പോണമെന്ന്, ആ കുടുംബം ആവശ്യപ്പെട്ടില്ലേ പോണമെന്ന്, എന്നിട്ട് എന്തേ പോകാഞ്ഞത്? ചന്ദ്രശേഖരൻ പോയല്ലോ, അയാളെ അടിച്ചോ? അയാൾ എന്ത് ചെയ്തു? അപ്പോ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വരുത്തി തീർത്ത് വീണ്ടും ആ കുടുംബത്തെ അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. മുസ്തഫ, നിങ്ങളുടെ പ്രസംഗം, കൊലവിളി പ്രസംഗം, അതിൽ നിങ്ങൾ പറഞ്ഞു എന്റെ പാർട്ടി ഗാന്ധിയുടെ പാർട്ടിയല്ല, ഞങ്ങളുടെ സിദ്ധാന്തം അഹിംസയല്ല. ആ പ്രസംഗം ഒന്നുകൂടെ കേട്ടു നോക്ക്. ഞങ്ങളുടെ പാർട്ടി ഗാന്ധിയുടെ പാർട്ടിയല്ല എന്ന് വെച്ചാ ഞങ്ങൾ കൊല്ലുന്നവരുടെ പാർട്ടിയാ, ഞങ്ങൾ ഹിംസിക്കുന്നവരുടെ പാർട്ടിയാ. അഹിംസ ഞങ്ങളുടെ സിദ്ധാന്തമല്ല. നിങ്ങൾ പ്രസംഗിച്ചു, അതാ പറഞ്ഞ CD എൻ്റെ കയ്യിലുണ്ട്, ഞാനിട്ട് കേൾക്കും തോറും നിങ്ങളെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന ബഹുമാനം നഷ്ടപ്പെടുക. കാരണം നിങ്ങളൊരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ. എന്തിനാ ഈ കൊലവിളി നടത്തുന്നത് മുസ്തഫ? എന്തിനാ കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയേ? ആ കേസ് ഒത്തുതീർക്കാൻ 50,000 രൂപ കൊടുക്കാമെന്ന് അവരുടെ ബന്ധുക്കൾ പറഞ്ഞില്ലേ? വഴക്ക് വേണ്ട, കേസ് വേണ്ട, അടി വേണ്ട, വൈരാഗ്യം വേണ്ട. MLA 308 കേസെടുത്തില്ലേ? 326 കേസെടുത്തില്ലേ? പാവങ്ങളുടെ വീട് മൊത്തം നിങ്ങൾ ചവിട്ടി തേച്ചില്ലേ?
എത്ര പേരെ പീഡിപ്പിച്ചു പോലീസിനെ കൊണ്ട്? മുസ്തഫ, ഇനി കേവലം 2 വർഷം കൂടെ ഉള്ളൂ പോലീസ് കയ്യിൽ. അതുകൊണ്ട് വിരട്ടൊന്നും വേണ്ട. ഞങ്ങൾ ഇതിലെ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ ഏതറ്റം വരെ പോകും. അതിനകത്ത് മുസ്തഫ വരും, അതിനകത്ത് KV കുഞ്ഞിരാമൻ വരും, അതിനകത്ത് മറ്റേ കുഞ്ഞിരാമൻ വരും. കണ്ണൂരിൽ നിന്ന് ജീപ്പ് അയച്ചു കൊടുത്ത ആരാണോ അവനൊക്കെ പ്രതിയാക്കും. പ്രതിയാകാൻ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും. അതിന് തർക്കം വേണ്ട. ശ്രീ മുസ്തഫ, താങ്കൾക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച്? ശ്രീ, അവസാനം വരെ പോരാടാൻ തയ്യാറായി തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാരും. ശ്രീ മുസ്തഫ, അതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും UDF ഭരണം വന്ന് കല്യോട്ടെ കേസ് അവരന്വേഷിച്ചാൽ പോലീസ് അന്വേഷിക്കേണ്ട. പ്രതികളെ ഇപ്പോൾ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ തീരുമാനിച്ചു, അവരുടെ സ്ഥാനവും തീരുമാനിച്ചു. KV കുഞ്ഞിരാമൻ, K കുഞ്ഞിരാമൻ, VPP മുസ്തഫ. അതുകൊണ്ട് ഇനി പോലീസിന് പണിയില്ല. അദ്ദേഹം തന്നെ പ്രതികളെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴാണോ UDFന്റെ ഭരണം വരുന്നു അന്ന് ഞങ്ങളെ അകത്താക്കും. അതായിക്കൊള്ളട്ടെ. അപ്പൊ വിജയന് കൊന്നിട്ട് അറപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞു. പിണറായി വിജയന് കൊന്നിട്ട് അറപ്പ് തീരുന്നില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആരോപണം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ ധർമ്മടം മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി ആരാ? മമ്പറം ദിവാകരൻ. മമ്പറം ദിവാകരൻ ആരാ? മാർക്സിസ്റ്റുകാരനെ കൊന്ന കേസിൽ 8 വർഷം ജയിലിൽ കിടന്ന പ്രതി. വെറുതെ FIR ഉണ്ടായ പ്രതിയല്ല. കോടതി നേരത്തെ വിചാരണയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കോടതി വിചാരണ നടത്തി ഈ മമ്പറം ദിവാകരൻ കൊലപാതകിയാണ്, ഒരു മാർക്സിസ്റ്റുകാരനെ കൊന്നവനാണ് എന്ന് വിധിച്ചിട്ട് ജീവപര്യന്തം തടവിന് വിധിച്ചിട്ട് 8 വർഷം ജയിലിൽ കിടന്ന മമ്പറം ദിവാകരനെ KPCCയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടും കൊണ്ടുനടക്കുക. എന്നിട്ടാണ് അദ്ദേഹം ഈ അഹിംസയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ ഗാന്ധിസത്തെ കുറിച്ച് പറയുന്നത്. ആ അഹിംസയും ഗാന്ധിസത്തെയുമാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. ഞങ്ങൾക്ക് ഗാന്ധിസം ഇല്ല എന്നല്ല പറഞ്ഞത്. നിങ്ങളാണ് ഗാന്ധിയന്മാർ, നിങ്ങളാണ് അഹിംസാവാദികൾ. പക്ഷെ നിങ്ങളുടെ നേതൃത്വത്തിൽ ഈ കല്യോട്ട് നടക്കുന്ന അക്രമങ്ങൾ കാണൂ. എന്തേ അഹിംസാവാദികളായ കോൺഗ്രസിന്റെ നേതാക്കൾ അത് തടയാത്തത്? എന്തേ ഗാന്ധിയന്മാരായ കോൺഗ്രസിന്റെ നേതാക്കൾ കല്യോട്ട് നടക്കുന്ന ഈ അക്രമങ്ങൾ തടയാത്തത്? ഇതാണ് ഞാൻ ചോദിച്ചത്. അത് തടയാത്തതിന്റെ ഫലമാണ് പീതാംബരനെ അടിച്ചത്. അതുൾപ്പെടെ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഇതാണ് എന്റെ വാചകം. ക്ഷമിക്കുന്നു എന്നാണ് വാചകം. പീതാംബരനെ തച്ചത് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ പീതാംബരൻ പോയിട്ട് പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പീതാംബരനാണ് അത് ചെയ്തത് എന്ന് പോലീസ് പറയുന്നത് ശരിയാണെന്ന് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ പറഞ്ഞതല്ല, പോലീസാണ് പറയുന്നത്. ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ പിന്നെ ഒരു നടപടി ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഒരൊറ്റ സെക്കൻഡ് ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് പാർട്ടി പറയാതെ ആരെയും കൊല്ലില്ല. പറഞ്ഞോ, മഞ്ജു പറഞ്ഞോ, എന്റെ ഭർത്താവ് പാർട്ടി പറയാതെ കൊല്ലില്ല. നിങ്ങൾ പറഞ്ഞു പീതാംബരൻ കഞ്ചാവ് കുടിക്കും, ഭാര്യ പറഞ്ഞു ബീഡി വലിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, മുറുക്കില്ല. മുറുക്കാത്ത ബീഡി വലിക്കാത്ത സൽസ്വഭാവിയായ പീതാംബരനെ നിങ്ങൾ കഞ്ചാവ് വലിക്കുന്നവനാക്കി. എന്നിട്ടോ ആ മഞ്ജു പീതാംബരന്റെ ഭാര്യ പറഞ്ഞു എന്റെ ഭർത്താവ് കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞിട്ടാ നടത്തിയത്, പാർട്ടി പറഞ്ഞിട്ടാ നടത്തിയത്. മാത്രമാണോ പാർട്ടി ഒളിക്കാൻ പറഞ്ഞു, ഒളിച്ചു. പാർട്ടി പൊക്കി പോലീസിനെ ഏൽപ്പിച്ചു. നിങ്ങളുടെ പീതാംബരന്റെ ഭാര്യയുടെ ഞാൻ നേരിട്ട് കണ്ടു, TV കണ്ടു, ഞങ്ങൾ TV കണ്ടു. മഞ്ജു പറഞ്ഞത് എന്റെ ഭർത്താവ് കൊന്നത് പാർട്ടിക്ക് വേണ്ടിയാ, പാർട്ടി പറഞ്ഞിട്ടാ. പാർട്ടി ഒളിക്കാൻ പറഞ്ഞു, പോയി ഒളിച്ചു. പാർട്ടി പൊക്കി പോലീസിനെ ഏൽപ്പിച്ചു. എന്റെ ഭർത്താവിനെ ചതിച്ചു പാർട്ടി, എന്റെ ഭർത്താവിനെ ചതിച്ചു പാർട്ടി. എന്നിട്ടോ അവിടെ കുഞ്ഞിരാമൻ കാശുമായി പോയി. എന്തിനാ മൊഴി മാറ്റി പറയാൻ? TVക്ക് കൊടുത്ത് ഇന്റർവ്യൂ മാറ്റാൻ മാറ്റിയില്ലേ? കാശ് കൊടുത്ത് മാറ്റിയില്ലേ? കാശ് കൊടുത്ത് മാറ്റിയില്ലേ? മഞ്ജുവിനെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചില്ലേ? ആദ്യം പറഞ്ഞതാ ശരി, പിന്നെ കാശ് കിട്ടിയപ്പോ അവർ മാറി. അത് വേറെ കാര്യം. ശ്രീ മോഹൻദാസ്, സ്ത്രീ അപമാനിക്കരുത് കേട്ടോ. ഇങ്ങനെയൊക്കെ കാശ് കൊടുത്താൽ സ്വന്തം ഭർത്താവിനെതിരായിട്ട് ഭർത്താവ് വർത്തമാനം പറയുന്ന ആളായിട്ട് നിങ്ങൾ ആ മഞ്ജുവിനെ കാണരുത്. നിങ്ങൾ മഞ്ജുവിന്റെ പ്രസ്താവനയെ കുറിച്ച് പറയുന്നു. ആ മഞ്ജു ഒരു CPM നേതാവ് മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുസ്തഫയായിട്ട് കേൾപ്പിക്കാം. മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ മുസ്തഫയായിട്ട് കേൾപ്പിക്കാം. രാജ്മോഹൻ ഉണ്ണിത്താൻ കള്ളം പറഞ്ഞു എന്നത് തെളിഞ്ഞാൽ ഞാൻ മാപ്പ് പറയാം. മഞ്ജു പീതാംബരന്റെ ഭാര്യ അവര് പറഞ്ഞ TV ഇന്റർവ്യൂ ഞാൻ മുസ്തഫയെ കാണിക്കാം. മഞ്ജു പറഞ്ഞത് ഉണ്ണിത്താൻ പറഞ്ഞതുമായി വ്യത്യാസമുണ്ടെങ്കിൽ
ഞാൻ പരസ്യമായി മാപ്പ് ചോദിക്കാം. ഇല്ലെങ്കിൽ മുസ്തഫ, നിങ്ങൾ കൊലവിളി നടത്തിയത് കൊല്ലാനാണ് സമ്മതിക്കാം. ഞാൻ കൊലവിളി പ്രസംഗം നടത്തിയത് അവന്മാരെ കൊല്ലാൻ തന്നെയാ. പറയാമോ? പറയൂ ശ്രീ മുസ്തഫ, പറയൂ. ഞാൻ ചോദിക്കുന്നത്, മഞ്ജു അങ്ങനെ കാശ് കൊടുത്ത് സ്വന്തം ഭർത്താവിന് ഒറ്റുകൊടുക്കുമോ? അതിന് മറുപടി പറ. CPM-ന്റെ നേതാവ് പോയി കാശ് കൊടുത്താൽ സ്വന്തം ഭർത്താവ്. മഞ്ജു പറഞ്ഞു എന്റെ ഭർത്താവ് ആരെയും കൊല്ലില്ല. കൊന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി പറഞ്ഞിട്ടാ കൊന്നത്. പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യും, അല്ലാതെ അയാൾ ചെയ്യില്ല. മഞ്ജു പറഞ്ഞു. പിന്നെ മഞ്ജുവിനെ കാണാൻ കുഞ്ഞിരാമൻ പോയത് എന്തിനാ മുസ്തഫ? എന്തിനാ പോയത്? പിന്നെന്താ മൊഴി മാറ്റി പറഞ്ഞത്? അപ്പോ മഞ്ജു ആദ്യം പറഞ്ഞു എന്റെ ഭർത്താവിനോട് പാർട്ടി പറഞ്ഞു കൊല്ലാൻ, എന്നിട്ട് ഒളിക്കാൻ പറഞ്ഞു, ഒളിച്ചു, എന്നിട്ട് പിടിച്ചു കൊടുത്തു. എന്റെ ഭർത്താവിനെ ചതിച്ചു മഞ്ജു പറഞ്ഞു. അവിടെ ഓടിപ്പോകേണ്ടി വന്നതുകൊണ്ടാ. ശ്രീ മുസ്തഫ, മഞ്ജുവിന്റെ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ മുഴുവൻ നിറയുകയായിരുന്നു, മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തു. പോയി പൈസ കൊടുത്താൽ മൊഴി മാറ്റുമോ? KV കുഞ്ഞിരാമൻ എന്തിനാണ് മഞ്ജുവിന്റെ വീട്ടിൽ പിന്നെ പോയത്? എന്തിനാ പോയത്? സമ്മർദ്ദം ചെലുത്തി എന്തിനാ? ആ മഞ്ജുവിന്റെ വീട് നിങ്ങൾ കത്തിച്ചത് മാധ്യമങ്ങൾ പറയുന്നു. പിന്നെന്തിനാ ഞങ്ങൾ അവിശ്വസിക്കേണ്ട കാര്യം? നിങ്ങൾ നേരത്തെ അഹിംസയെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾ എന്ത് കത്തിച്ച്? എന്താ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അയ്യോ പണ്ട് മുസ്തഫ ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായം കിട്ടിയോ ഇതിൽ നിന്ന്? താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു BJP നിന്നുള്ള അഭിപ്രായം മാത്രമേ താങ്കൾക്ക് പറയാനാകൂ, അതോ സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഇതിൽ പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാൻ വിലക്കൊന്നുമില്ല. ഇല്ല. ഓക്കെ, വളരെ നന്നായി. ഈ നടന്ന ബഹളത്തിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല. കാരണം ഈ ബഹളം നമ്മൾ എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ്. എൻ്റെ ആൾക്കാർ ഇതുപോലെ ബഹളം വയ്ക്കാറുണ്ട്. മരിച്ചുപോയത് ഞങ്ങളുടെ ആളാണെങ്കിൽ ഇങ്ങനെ ഈ കണക്ക് പറഞ്ഞിട്ട് നമ്മൾ തർക്കിക്കും. ഈ തർക്കത്തിനൊരു അന്ത്യം വേണ്ടേ? നമുക്കങ്ങനെ തർക്കിച്ചാരെയും തോൽപ്പിക്കാനും സാധ്യമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു കേരളത്തിൽ. ഇതൊക്കെ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ? സത്യമാണ്. അല്ല, ഞാൻ താങ്കളോട് ഒരു സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യം, അതായത് ഇത്രയും സാമൂഹ്യ മാധ്യമങ്ങളും മറ്റുള്ള മാധ്യമങ്ങളും നിറയുന്ന ഒരു സംസ്ഥാനത്ത്, ഇത്രയും ജനാധിപത്യ രീതിയിൽ ഇത്രയും സാക്ഷരരായ ആളുകൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും എന്നേക്കുമായി ഒഴിവാക്കാൻ മുൻകൈയെടുക്കുവാനും നേതൃത്വം കൊടുക്കുവാനും CPM തയ്യാറാണ് എന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി. ആ പ്രസ്താവനയുടെ ആത്മാർത്ഥതയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആത്മാർത്ഥമാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയൊന്നും CPM-ന് പെരുമാറാൻ സാധ്യമല്ല. കാരണം ഇതിൽ എത്ര വർഷങ്ങളായിട്ട് ഇതിലേക്ക് ആണ്ടിറങ്ങിക്കഴിഞ്ഞു ആൾക്കാർ. ഇപ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി ഇതാണ് നയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക് ആരും കേൾക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോഴും അവർ പറയുന്നില്ല, അവരുടെ ഏതോ സമ്മേളനത്തിൽ അവർ തീരുമാനിച്ചിരുന്നു ഇനിമേലും രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ല, അതിൻ്റെ ലംഘനമാണ് ഇപ്പോൾ പേരിയായിൽ അതിൻ്റെ ലംഘനം നടന്നു എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊന്നും ഈ ഭരണമാതിരിയുള്ള നിയന്ത്രണമൊന്നും അണികളുടെ പുറത്ത് ഇല്ല. അതൊരു കുറവായിട്ട് ഞാൻ പറയുകയല്ല കേട്ടോ, അവരുടെ കുറ്റമോ കുറവൊന്നുമല്ല, അതാണ് സാഹചര്യം. ഒരു പക്ഷേ ഇങ്ങനെയാണ് എന്നെനിക്ക് ആശങ്കയുള്ളതുകൊണ്ടാണ് 2 വർഷം മുമ്പ് ഈ കണ്ണൂരിലെ പ്രശ്നബാധിത പ്രദേശങ്ങൾ, കാസർകോട്ടെ കുറച്ച് പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങൾ അഫ്സ്പയുടെ കീഴിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞാൻ ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചത്. ദൈവാധീനം കൊണ്ട് എൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ആരും പിന്തുണച്ചില്ല കേട്ടോ. കാരണം ഇതൊരു പ്രത്യേക മജിസ്ട്രേറ്റിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ വകുപ്പുണ്ട് ഒരു മജിസ്റ്റീരിയൽ ആർട്ടിക്കിൾ 287 അതോ 278, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിൽ. ഒരു പ്രത്യേക മജിസ്ട്രേറ്റിൻ്റെ കീഴിലാക്കാം ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. ഇതുകൊണ്ട് കേരള പോലീസിന് അധികാരമില്ലാതെയൊന്നും ആകുന്നില്ല. ഇപ്പോൾ അഫ്സ്പ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ CRPF ആവാം, BSF ആവാം, അല്ലെങ്കിൽ ആർമി ആവാം, അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് ഇവർക്ക് കുറേ സ്പെഷ്യൽ പവേഴ്സ് കൊടുക്കുന്നു. അതാണ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. ഈ സ്പെഷ്യൽ പവറിൽ ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, ഇപ്പോൾ പോലീസുകാർക്ക് 24 മണിക്കൂർ ഒരാളിനെ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ട് കൃത്യം ഒഫൻസ്, അയാൾ ചെയ്യാനിടയുള്ള ഒഫൻസ് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വലിയ പ്രയാസമാണ് ഒരാളെ, ഒരു കുഴപ്പക്കാരനാണെന്ന് ഉറപ്പുള്ള ആളിനെ, 100% ഉറപ്പുള്ള ആളിനെ പോലീസിന് പിടിച്ചു വയ്ക്കാൻ സാധ്യമല്ല.
അഫ്സ്പ വന്നു കഴിഞ്ഞാൽ പോലീസിനും കൂടെ ഈ അധികാരം കിട്ടും. പോലീസിൻ്റെ അധികാരം എടുത്തു കളയുകയല്ല ചെയ്യുന്നത്. ആ CRPF അല്ലെങ്കിൽ BSF ആരാണെന്ന് വെച്ചാൽ അവരും പോലീസും ഈ പറഞ്ഞ മജിസ്ട്രേറ്റിന് കീഴിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കുകയാണ്, താങ്കളുടെ ഇങ്ങനെ ഒരു സാഹചര്യം കാസർഗോഡ് പെരിയയിലും അതേപോലെ കണ്ണൂരിലും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാസർഗോഡ് പെരിയെ ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ കണ്ണൂരിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ ആഭ്യന്തര വകുപ്പിൽ ഈ കത്തയച്ചത്. നോക്കൂ, ഞാൻ പറയട്ടെ ഞാൻ ഒറ്റ കാര്യം കൂടെ പറയട്ടെ. ആരും ഏൽക്കാത്ത കൊലപാതകങ്ങളുണ്ട് കണ്ണൂർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPM പറയും ഞങ്ങളല്ല, BJP പറയും ഞങ്ങളല്ല, കോൺഗ്രസ് പറയും ഞങ്ങളല്ല, മുസ്ലിം ലീഗ് ഞങ്ങളല്ല. പിന്നെ ആരാ കൊന്നത്? പക്ഷേ വ്യക്തമായിട്ടും അതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് മനസ്സിലാവുകയും ചെയ്യും. ആളില്ലാത്ത സ്ഫോടനങ്ങൾ കണ്ണൂർ നടക്കുന്നുണ്ട്. 2 നില കെട്ടിടത്തിൽ സ്ഫോടനം ഉണ്ടായി. ആരെന്തിന് സ്ഫോടനം നടത്തി ആർക്കും അറിയില്ല. ഇതുപോലത്തെ കുറേ അധികം ദുരൂഹമായ കേസുകൾ കണ്ണൂരുണ്ട്. കണ്ണൂരെ തന്നെ 7 കേസുകൾ ഇതുവരെ തീർപ്പാകാതെ അന്വേഷണം എങ്ങും എത്താതെ കിടക്കുന്നത്. ഹൈക്കോടതിയിൽ ഇപ്പോഴും കേസ് നിൽക്കുക, CBI അന്വേഷണത്തിന് വിടണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിട്ടിട്ടില്ല, ഹൈക്കോടതി തീർപ്പാക്കിയിട്ടില്ല. കോടതികളിലും വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പോകുമ്പോൾ ഇവർ കേസ് ഡയറി എടുത്ത് നോക്കും. അപ്പോൾ അതിൽ സ്മാർട്ടായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്, 6 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ CBIക്ക് വിടേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും, CBIക്ക് വിടുകയില്ല. ഒടുവിൽ 3-4 വർഷം കഴിഞ്ഞിട്ട് തെളിവ് നശിച്ച് എല്ലാം നശിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ശ്രീകണ്ഠൻ നായർക്ക് അറിയാമോ? വക്കീലന്മാർക്കോ കോടതിക്കോ അറിയാവുന്നതിലും നല്ലതായിട്ട് CRPCയും എവിഡൻസ് ആക്റ്റും പഠിച്ച ആൾക്കാരാണ് ഈ അക്രമികൾ. അവർ എവിഡൻസ് നശിപ്പിക്കുന്നുണ്ട്. ഈ 51 വെട്ട് എന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ എവിഡൻസിൻ്റെ നശിപ്പിക്കലാണ് കാണുന്നത്. അല്ലെങ്കിൽ ഒരാളിനെ 51 വെട്ട് വെട്ടേണ്ട കാര്യം എന്താ? 2-3 വെട്ടിൽ അയാളുടെ പ്രാണം പോയി. പിന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടാൽ പോരെ. കൊട്ടേഷൻ ഗ്യാങ് ആണല്ലോ, ഇവർക്ക് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ലല്ലോ, കാശ് വാങ്ങിച്ചുള്ള കൊലപാതകമാണ്. ഈ 51 വെട്ട് വെട്ടുന്നത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തെളിവ് ഭീകരമായിട്ട് തെളിവ് നശിക്കപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതുകൊണ്ടാണ് CBI അന്വേഷിച്ചാൽ പോലും ചിലപ്പോൾ എങ്ങും എത്തിയില്ല എന്ന് വരും. ഞാൻ സുഭാഷ് ബാബു, അതായത് കണ്ണൂരിലും കാസർഗോഡിൻ്റെ ചില പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ ഒരു സാധ്യത അവലംബിക്കണമെന്നാണ് ശ്രീ മോഹൻദാസ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അമിതമായ അധികാരം സുരക്ഷാ സംവിധാനങ്ങൾക്ക് കൊടുക്കണം. ആംഡ് ഫോഴ്സിന് തന്നെ കൂടുതൽ പവർ കിട്ടുന്ന 24 മണിക്കൂറിനധികം ആൾക്കാരെ തടങ്കിൽ കൊണ്ടുവയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം എന്നുവരെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. ഒരുപക്ഷെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന അക്രമവും കൊലപാതകവും എന്നേക്കുമായി അവസാനിക്കണം എന്ന് ആഗ്രഹമില്ലാത്തവർ ആരും കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഡിസ്റ്റർബ്ഡ് ഏരിയ ആയിട്ട് ഒരുപാട് നിത്യമായിട്ട് കേസുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ ആക്ട് ബാധകമാക്കുന്നത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ നടപ്പാക്കണമെങ്കിൽ കേന്ദ്ര ഭരണത്തിൻ്റെ പൂർണ്ണാധികാരത്തിലാണോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടെ താല്പര്യത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. പക്ഷെ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരുപാട് പ്രത്യേക കേരളത്തെ പോലുള്ള പ്രദേശത്തിലെ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമായിട്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. താൽക്കാലികമായിട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പം കാപ്പ ആക്ട് ഉണ്ട്, അതിനകത്ത് ഇതേമാതിരി അക്രമികളെയൊക്കെ പിടിച്ചോണ്ട് നമ്മൾക്ക് 6 മാസം ജയിലിടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇത്രയും വലിയ ഒരു വളരെ വളരെ കുപ്രസിദ്ധമായ ഒരുപാട് കേസുകൾ അന്വേഷിച്ച് പ്രതികളെ പിടിച്ചിട്ടുള്ള ഒരു പോലീസ് സംവിധാനം പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത്, മുകളിൽ IB, CBI, റോ തുടങ്ങിയ ഒരുപാട് ഏജൻസികളൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു ആംഡ് പോലീസിന് കൂടുതൽ പവർ കൊടുത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു നല്ല പ്രദേശം, ഒരു സമാധാനത്തിൽ കഴിഞ്ഞ് നല്ല മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശം ഇങ്ങനെ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതിന് പകരമായി പറഞ്ഞാൽ ഈ അക്രമികളെയൊക്കെ പോലീസിന് അധികാരം കൊടുത്താൽ 24 മണിക്കൂറിനകം അകത്തിടാവുന്നല്ലേ ഉള്ളൂ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് താങ്കൾ എന്താ പറയുന്നത്? തീർച്ചയായിട്ടും പോലീസ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊന്നും വലിയ രാഷ്ട്രീയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അതിന് ചെയ്യാൻ പറ്റുന്ന ആളുകളെ കൊണ്ടേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ കേരള പോലീസിന് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നതിന് ശക്തമായ ഒരു സംവിധാനവും അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുക്കുകയാണെങ്കിൽ കേരള പോലീസിന് ഇന്നും ചെയ്യാൻ സാധിക്കാത്തതൊന്നുമല്ല. അങ്ങനെ സാധിക്കുന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടാക്കിയാൽ മതി. അതിന് സ്പെഷ്യൽ പോലീസ് ആക്ട് ഇതൊന്നും ആവശ്യമില്ല, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പോലീസ് ആക്ട് ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്ത് ഇപ്പം കൂടുതൽ അക്രമം, പ്രത്യേകിച്ച് രാഷ്ട്രീയ അക്രമവും വർഗീയമായ കൊലപാതകം നടന്ന ഏരിയ പ്രത്യേകിച്ച് കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയായിട്ട് അതിന് പ്രത്യേകമായ ഒരു സ്റ്റഡി നടത്തിയിട്ട് അങ്ങനെ ഒരു സംവിധാനം എല്ലാവരും കൂടെ ആലോചിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അത് പോലീസ് മാത്രം അതിനൊരു പ്രത്യേക സംവിധാനം അവിടെ ഉണ്ടാക്കിയാൽ മതി. കാരണം പോലീസിനെ ട്രാൻസ്ഫർ കൊണ്ടോ അല്ല മറ്റേതെങ്കിലും രീതിയിലും അച്ചടക്ക നടപടിയിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് മാറി വരെ ഉപദ്രവിക്കപ്പെടാത്ത ഒരു സാഹചര്യം മാത്രം സൃഷ്ടിച്ചാൽ കേരളത്തിൽ വളരെ ശക്തമായ അന്വേഷണം നടന്നുകൊണ്ട് പോകും. ഇതൊക്കെ നിൽക്കുന്നത് ഒരു വിഷമവും ഇല്ല നിൽക്കുന്നതിന്. അതായത്
ക്രൈംബ്രാഞ്ച് തിങ്കളാഴ്ച ഈ കേസ് ഏറ്റെടുക്കുകയാണ്. അതായത് കേരളത്തിൽ ഒരുപാട് കേസുകൾ തെളിയിച്ച പാരമ്പര്യം നമ്മുടെ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. ഒരുപാട് കുറ്റങ്ങൾ അവർ തെളിയിച്ചിട്ടുണ്ട്. മിടുക്കരായ പോലീസ് ഓഫീസേഴ്സും നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഇൻറ്റഗ്രിറ്റിയുള്ള പോലീസ് ഓഫീസേഴ്സുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ച് പ്രതികളെ കണ്ടുപിടിക്കും എന്നൊരു ഔദാര്യം നിങ്ങൾ സംസ്ഥാന പോലീസിന് കൊടുത്തുകൂടെ? കാര്യം നിങ്ങളും നാളെ കേരള പോലീസിനെ ഭരിക്കാൻ പോകുന്നവരാണ്. ശ്രീകണ്ഠൻ നായർ പറഞ്ഞതിനോടും 100% ഞാൻ യോജിക്കുന്നു. ക്രൈംബ്രാഞ്ചിൽ ഒരുപാട് കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, കേസുകൾ തെളിയിക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൽ അതിൻ്റെ അന്വേഷണ ചുമതല കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് പരിശോധിക്കണം. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പം പിണറായി വിജയൻ നിയമിച്ചിരിക്കുന്ന, ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ക്രൈംബ്രാഞ്ചിലെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചും അവരുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ചും വളരെ പച്ചയ്ക്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ചാനലും പത്രത്തിലും വന്നുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഓരോരുത്തരും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ വെച്ചിരിക്കുന്നത്. അതാ പറഞ്ഞത്, പാർട്ടി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ആളുകളെ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവരെ വെച്ചോണ്ട് അങ്ങനെ കേസ് അന്വേഷിക്കുന്നത്. ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ. എന്താ കാര്യം? ഇരയുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാവണം. അതുകൊണ്ട് അവരെ ആവശ്യപ്പെടുന്നത് എന്താണോ അത് ഗവൺമെന്റ് അംഗീകരിക്കുക. എന്തിനാ? മടിയിൽ ഖനമുണ്ടെങ്കിൽ ഗവൺമെന്റ് പേടിച്ചാൽ മതിയല്ലോ. പിണറായി പറഞ്ഞു, മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു, പാർട്ടി സെക്രട്ടറി പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഞങ്ങളല്ല ഈ കൊലപാതകം നടത്തിയത്. പിന്നെന്തിനാ ഇവര് ഈ അന്വേഷണം ഭയപ്പെടുന്നത്? അവരല്ല നടത്തിയത്. എന്നാ പിന്നെ നടത്തിയവനെ പിടിച്ച് അകത്തിടട്ടെ. അതിനവരൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അപ്പോ ഈ മരിച്ച കൃപേഷിന്റെ അച്ഛനും അമ്മയും സഹോദരിമാരും, മരിച്ച ശരത്ലാലിന്റെ അമ്മയും അച്ഛനും സഹോദരിയും, അവരുടെ തീരാ ദുഃഖത്തിൽ അവർക്കൊരു ആശ്വാസം പകർന്നു കൊടുക്ക്. അവത്തങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണം വെച്ചോ. ഇപ്പൊ തന്നെ അറിയാമല്ലോ കതിരൂർ മനോജ് വധക്കേസ്. ഈ ജയരാജന്റെ ഡ്രൈവറല്ലേ വിക്രമൻ, അയാളെ പിടിച്ചു. അയാൾ ചോദ്യം ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത്? ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് കതിരൂർ മനോജിനെ കൊന്നതെന്ന്. അപ്പൊ ജയരാജന്റെ പേരിൽ UAPA വന്നില്ലേ? അയാൾ കേസ് പ്രതിയായില്ലേ? അപ്പൊ അതുകൊണ്ട് ആരാണോ വാളെടുക്കുന്നവൻ വാളാൽ, കുറ്റം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കും. അതാ ഞാൻ പറഞ്ഞ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം. അതിനെന്തിനാ മുസ്തഫ നമ്മൾ തമ്മിൽ ഇത്രയും ഒരു വാഗ്വാദം? നിങ്ങളല്ല ഈ കൊല ചെയ്തത്, പിന്നെന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? ചെയ്തവനെ പിടിച്ചകത്തിടട്ടെ, ഗൂഢാലോചന നടത്തിയവനെ പിടിച്ചകത്തിടട്ടെ, കൊലവിളി നടത്തിയവനെ പിടിച്ചകത്തിട്ടെ. എന്നെ മുസ്തഫ പേടിക്കുന്ന എന്തിനാ? മുസ്തഫ ഇതൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തവൻ അകത്ത് കിടക്കണം. അത് ഒരു നീതിയാണ്. ആ കാവ്യ നീതി കേരളത്തിൽ നടപ്പിലാക്കണം. അതാണ് കോൺഗ്രസിന്റെ ആവശ്യം. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക? ക്രൈംബ്രാഞ്ച് അന്വേഷണം അവർ വിശ്വസിക്കുന്നില്ല. CBI ഇരകളുടെ ഒരാവശ്യം, ഇരകളുടെ മാതാപിതാക്കളുടെ ഒരാവശ്യം, കൊല്ലപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ ആവശ്യം, അവരുടെ കണ്ണുനീരിനും ശമനം ഉണ്ടാകണമല്ലോ. അവർക്ക് ഈ അന്വേഷണ ഏജൻസിയിൽ വിശ്വാസമില്ല. ആഭ്യന്തര വകുപ്പ്, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി ഈ കേസ് അന്വേഷിക്കുകയാണെങ്കിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകും എന്നവർ ഭയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കൾ നാളെ എന്തായാലും ഇത് കോടതിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോടതിയിൽ വന്നാൽ താങ്കൾ കരുതും പോലെ സംസ്ഥാന സർക്കാർ അതിനെ അനുകൂലിക്കുമോ ഒരു CBI അന്വേഷണത്തിന്? അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം സർക്കാർ തലത്തിൽ ഉന്നതമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ. പക്ഷേ എന്താ വസ്തുത? നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇരകൾക്ക് ഇങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പലതരത്തിലുള്ള പ്രചരണങ്ങൾ വരുമ്പോൾ ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബം ആശങ്കാകുലരായിരിക്കും. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനനുസരിച്ച് അപ്പോഴപ്പോൾ സർക്കാർ സംവിധാന നിലപാടുകൾ മാറ്റിയാൽ പിന്നെ അതൊരു സർക്കാർ സംവിധാനമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ? അതിൻ്റെ ഒരു ഇച്ഛാശക്തിയും അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും അതിൻ്റെ സസ്റ്റൈനബിലിറ്റിയും പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആഭ്യന്തര വകുപ്പ് ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ 1000 ദിവസം അതിൻ്റെ അനുഭവമാണ്. ഞാൻ കെവിൻ കേസും പിന്നെ ജിഷ വധക്കേസും എല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. കെവിൻ വധക്കേസിൽ ഇതുപോലെ CPMന്റെ നേതാക്കളെ കുറിച്ച് വരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണല്ലോ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പോലെയുള്ള ആളുകൾക്ക് ഭരണം ഉപയോഗിച്ച് പിണറായിയും പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ കേസ് അട്ടിമറിക്കുമെന്ന് തോന്നുന്നത്? അവർ നേരത്തെ അങ്ങനെ ചെയ്തവരായതുകൊണ്ടാണ്. CPM ചെയ്തിട്ടില്ല, അവർ ചെയ്തിട്ടുണ്ട്. അതാണ് ചീമേനി കേസ് ഞാൻ സൂചിപ്പിച്ചത്. 5 പേർ മരിച്ചു എന്നുള്ളത് വസ്തുതയാണല്ലോ. പട്ടാപ്പകലാണ് വെട്ടിക്കൊന്നതും എന്നുള്ളത് വസ്തുതയാണല്ലോ. പക്ഷേ ആ കേസിലെ മുഴുവൻ പ്രതികളെയും ഒരാളെ പോലും ശിക്ഷിച്ചില്ല. എന്തുകൊണ്ടാ?
അന്ന് കരുണാകരന്റെ പോലീസാണ് അന്വേഷിച്ചത്. ആ ഭരണസ്വാധീനം ഉപയോഗിച്ച് 5 പേരെ ഒന്നിച്ച് ചുട്ടുകൊന്ന കേസ് അട്ടിമറിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കാസർഗോഡ് തന്നെ UDFന്റെ കഴിഞ്ഞ ഭരണത്തിലാണ് മാങ്ങാട് MP ബാലകൃഷ്ണൻ വധക്കേസ്. ഒരു സാധാരണ ഡ്രൈവറായിരുന്നു, തിരുവോണ നാളിലാണ് കൊന്നത്. ആ കേസ് ഉമ്മൻചാണ്ടി പോലീസിനെ ഉപയോഗിച്ച് അന്നത്തെ DCC പ്രസിഡന്റ് CK ശ്രീധരന്റെ നേരെ ആ കേസിലെ പ്രതി തന്നെ വിരൽ ചൂണ്ടിയിരുന്ന കേസ് പരസ്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട ആ കേസും ഇപ്പൊ കോടതി വെറുതെ വിട്ടു. എങ്ങനെയാ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്? ഉമ്മൻചാണ്ടിയുടെ ഭരണസ്വാധീനം ഉപയോഗിച്ച് ആ മാർക്സിസ്റ്റുകാരൻ കൊല്ലപ്പെട്ട ആ കേസും അന്വേഷണം അട്ടിമറിച്ചു. ഇങ്ങനെ ഭരണം ഉപയോഗിച്ച് രാഷ്ട്രീയ കൊലക്കേസുകൾ അട്ടിമറിച്ച പാരമ്പര്യം കോൺഗ്രസിനുള്ളതാണ്. അതാണ് അവര് സംശയിക്കുന്നത്. പിണറായിയും ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് നേരത്തെ SK സൂചിപ്പിച്ചത്. ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ സൂചിപ്പിച്ചത്. പിണറായി വന്നതിന് ശേഷം 22 കൊലപാതക കേസുകൾ, അതിൽ 18 മാർക്സിസ്റ്റുകാർ പ്രതികളായ കേസിൽ പ്രതികളെ പിടിച്ചുവെങ്കിൽ പിന്നെ എങ്ങനെയാ ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭരണ സംവിധാനത്തെയും ആഭ്യന്തര വകുപ്പിനെയും നല്ല വിശ്വാസമുണ്ട്. അതിൽ വിശ്വാസമില്ലാത്തവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള വഴി നേടാം. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഇപ്പൊ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും CBI അന്വേഷിക്കണം എന്നൊരു നിലപാട് നമുക്ക് എടുക്കാനാവില്ല. മാത്രമല്ല ഇപ്പൊ തന്നെ CBIക്ക് ഒരുപാട് കേസുകൾ അന്വേഷിക്കാനുണ്ട് ഈ രാജ്യത്ത്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്ന കക്ഷിയുടെ ആളുകൾ പ്രതികളായി എന്നതിന്റെ പേരിൽ മാത്രം ഒരു കൊലക്കേസ് CBI അന്വേഷിക്കണമെന്ന് വന്നാൽ എല്ലാ കൊലക്കേസുകളും ചിലപ്പോൾ പാർട്ടി ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ കൊലക്കേസുകളും CBI അന്വേഷിക്കേണ്ടി വരില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിനെ അടുത്തറിയാവുന്ന ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അവരുടെ ഓണസ്റ്റിയിലും അവരുടെ ഇൻറ്റഗ്രിറ്റിയിലും അവരുടെ സത്യസന്ധതയിലും നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടെ? ഞങ്ങൾക്ക് തീർത്തും വിശ്വാസമാണല്ലോ. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറാമൂളികളായ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞു പിടിച്ച് അന്വേഷണം ഏൽപ്പിക്കുമ്പോൾ രാജാവിനില്ലാത്ത താല്പര്യം രാജ്യകാര്യങ്ങൾ മന്ത്രിക്ക് വന്നാൽ ദുരുദ്ദേശമാണ്, യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ പേര് കേട്ട എത്രയോ കുറ്റകൃത്യങ്ങൾ തെളിയിച്ച എത്രയോ പ്രഗത്ഭമതികളായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. നമ്മുടെ ശ്രീജിത്തിന്റെ കൊലപാതകം അട്ടിമറിച്ചാരാ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥരിലെ ഇപ്പൊ ഏൽപ്പിച്ചിരിക്കുന്ന ആള് കെവിൻ. ഇവിടെ ഇപ്പോ പറഞ്ഞല്ലോ, കെവിന്റെ കാര്യം പറഞ്ഞല്ലോ. കെവിന്റെ ഒരു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ തട്ടി അവിടുത്തെ SP ആരാ? SP എന്ത് ചെയ്തു നിങ്ങള്? ആ SPക്കല്ലേ നിങ്ങൾ ഈ അന്വേഷണം കൊടുത്തേ? എന്തിനാ കൊടുത്തേ? അപ്പൊ നിങ്ങൾ പറയുന്ന കണക്ക് പോവും. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. മുസ്തഫ പിണറായി വിജയന്റെ ചരിത്രം, കോടിയേരിയുടെ ചരിത്രം, ജയരാജന്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഒരു 10-30 കക്ഷമായിട്ട് ഇവരെ എല്ലാവരും അറിയാം. ഇവർ ചെയ്തിട്ടുള്ള മുഴുവൻ അറിയാം. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതാണോ നിങ്ങൾ പറയുന്നതാണോ ശരിയെന്ന് കേട്ടിരിക്കുന്നവർക്കറിയാം. അവർക്ക് നല്ല ബോധ്യമുണ്ട് പിണറായി ആരാണ്, കോടിയേരി ആരാണ്, ജയരാജ്. ഞാൻ ഈ മുസ്തഫയെ നല്ലതാക്കി വെച്ചിരുന്ന ഈ കൊലവിളി പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. അതോടുകൂടി ഞാൻ ഞെട്ടി. മറ്റൊരു MM മണിയാണ് മുസ്തഫയെന്ന് അപ്പോഴായിരിക്കും മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് കേരള പോലീസിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. കൊള്ളാവുന്ന ഒരുപാട് പേരുള്ള സേനയാണ്. ആ സേനയുടെ ഇന്റഗ്രിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യില്ല. പക്ഷേ ആ സേനയ്ക്കകത്ത് ക്രിമിനലുകൾ ഉണ്ടെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ? ആ ക്രിമിനലുകളെയാണോ അന്വേഷണം ഏൽപ്പിക്കേണ്ടത്? ഇന്റഗ്രിറ്റി ഉള്ളവരെ ഏൽപ്പിച്ച ഞങ്ങൾ കമാന്ന് മിണ്ടത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ ഒഴിവാക്കി നിങ്ങളുടെ ഏറാമൂളികളും ട്രാക്ക് റെക്കോർഡ് വളരെ മോശം. ശ്രീജിത്തിന്റെ താങ്കളുടെ പ്രസംഗം കുറച്ചധികം ഈ ചർച്ചയിൽ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏത് സാഹചര്യത്തിലാണ് ഒരുപക്ഷെ പീതാംബരൻ എന്ന ആളും മറ്റുള്ളവരും ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു താങ്കൾ ആ പ്രസംഗം നടത്തിയതെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ആ പ്രസംഗം നടത്താനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ താങ്കൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുവെന്ന് ആളുകൾക്ക് സംശയം തോന്നാൻ കാരണം പോലുമാകുന്നത് താങ്കളുടെ ആ പ്രസംഗമായിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ എന്തിനാ പ്രതിഷേധ യോഗം നടത്തുന്നത്? ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനും ആളുകളും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പ്രചരിപ്പിച്ചത് എന്താ? ഒരു പ്രശ്നവുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു കാരണവും പ്രകോപനവും ഇല്ലാതെ ഏതോ ചില പക്ഷേ അവിടെ ഒരു പ്രതിഷേധ യോഗം ചേരേണ്ടി വന്നത് പ്രതിഷേധ യോഗം സ്വാഭാവികമായിട്ടും ആ പ്രസംഗത്തിൽ
ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞല്ലോ, താങ്കൾക്ക് മുഴുവനായിട്ട് പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഈ 2.5 സെക്കൻഡ് ആവശ്യത്തിനനുസരിച്ച് പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷെ ഞാൻ എല്ലാ പ്രേക്ഷകരോടും 24-ന്റെ എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നത്, അത് ഫേസ്ബുക്കുകളിൽ ഇപ്പോൾ ലഭ്യമാണ്, വാട്സ്ആപ്പ് ന്യൂസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് ജനുവരി 7-ാം തീയതി അതാദ്യമായിട്ട് ഫുൾ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഫേസ്ബുക്ക് പേജ് എന്ന് പറയുന്നത് അജിത്ത് കുമ്പള എന്ന് പറയുന്നയാളുടേതാണ്. KUMBLA, അജിത്ത് കുമ്പള. ആ ഫേസ്ബുക്ക് പേജിൽ അത് 10-40 മിനിറ്റുള്ള സ്പീച്ച് ഉണ്ട്. അതിനകത്ത് ഞാൻ പ്രസംഗം തുടങ്ങുന്നത് CPIM-ന്റെ ഇന്നത്തെ പ്രവർത്തന രീതിയെയും ശൈലിയെയും കുറിച്ചിട്ടാണ്. സഖാവ് കോടിയേരി കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിട്ടുള്ള, നിങ്ങളിപ്പോൾ ഉദ്ധരിച്ചിട്ടുള്ള തൃശ്ശൂർ സമ്മേളനത്തിന് ശേഷമുള്ള CPIM-ന്റെ പ്രവർത്തന സംവിധാനത്തെ കുറിച്ചിട്ടാണ്. ഞങ്ങൾ വർഗസമരത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ, വർഗരാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ പ്രവർത്തന ശൈലി ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ജീവകാരുണ്യ മേഖലയിൽ, പാലിയേറ്റീവ് കെയറിൻ്റെ മേഖലയിൽ, ജൈവ കൃഷിയുടെ മേഖലയിൽ, മാലിന്യ സംസ്കരണത്തിൽ, ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിൽ, ഇങ്ങനെ CPIM കഴിഞ്ഞ 3-4 വർഷമായി ഇടപെട്ട മേഖലകളെക്കുറിച്ചെല്ലാം വിവരിക്കുകയാണ്. ഇതാണിപ്പോൾ CPM-ന്റെ പ്രവർത്തന ശൈലി. പഴയതുപോലെയല്ല. എല്ലാ രാഷ്ട്രീയവും ഇങ്ങനെയാകണം. പക്ഷെ കല്ലോട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി CPM-നെതിരെ ചൊറിച്ചലും മാന്തലും, ഇതന്നെയാണ് ഞാൻ ഉപയോഗിച്ച വാക്ക്, ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ വിശദീകരിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. അങ്ങനെയാണ് വാചകം. നിങ്ങൾ പ്രക്ഷേപണം ചെയ്തതിൽ ആ വാചകം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഞങ്ങൾ ക്ഷമിക്കുന്നു. പക്ഷെ ഇനിയും ചവിട്ടാൻ വരരുത്. അത്രയേ പറഞ്ഞുള്ളൂ. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. അതിനുശേഷം ഞാൻ പറയുന്നത്, ഇതുവരെയും ഈ പീതാംബരനെ അടിച്ചതും ക്ഷമിച്ചു എന്നാ പറയുന്നത്. പീതാംബരനെ അടിച്ചതും ക്ഷമിച്ചു. ഇനിയും ചവിട്ടാൻ വരരുത്. ഇനിയും ചവിട്ടാൻ വന്നാൽ പാതാളത്തോളം ക്ഷമിച്ചു കഴിഞ്ഞു. പാതാളത്തിനപ്പുറം പോകാൻ കഴിയില്ല. വേദത്തിലെ പ്രമാണം അനുസരിച്ച് അത്രയേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തിയത്. പീതാംബരനെ അടിച്ചതും ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവത്തിൽ പീതാംബരൻ ഒരു പ്രതികാരത്തിന് പോകണ്ട. അതുകൊണ്ടാണ് പീതാംബരൻ നടത്തിയതിനെ പാർട്ടി തള്ളി പറയുന്നത്. കാരണം പരസ്യമായിട്ട് പീതാംബരനെ അടിച്ചതും ക്ഷമിച്ചു എന്ന് പാർട്ടി നിലപാട് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവത്തിന്റെ പേരിൽ, തനിക്ക് അടികിട്ടിയ സംഭവത്തിന്റെ പേരിൽ പീതാംബരൻ പ്രതികാരം നടത്താൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ പാർട്ടി അറിയാതെ ചെയ്തതാണ്. അപ്പൊ പകൽ ഞാൻ സമയത്തിന്റെ പരിമിതി ഇനിയുണ്ട്, നമുക്കിനി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ശ്രീ സുഭാഷ് ബാബു, എന്തായാലും നമുക്ക് സമയം അവസാനിക്കുകയാണ് ഈ ചർച്ചയുടെ. അപ്പോൾ ഒറ്റ വാചകത്തിൽ ചോദിച്ചാൽ, ഇങ്ങനെ ഒരു ആളുകളുടെ ധാരണകളും വിശ്വാസങ്ങളും ഒക്കെ മാറി മറിയാൻ വേണ്ടി സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ നാട്ടിൽ ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു CBI അന്വേഷണത്തെ താങ്കൾ അനുകൂലിക്കുമോ, ഒരു കേരളത്തിൽ പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? തീർച്ചയായിട്ടും. അതായത് ഈ മരണപ്പെട്ട വ്യക്തികളുടെ സങ്കടം അനുഭവിക്കുന്ന കുടുംബക്കാരുടെയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതർക്കുമുള്ള ആശങ്കകൾ അകറ്റുന്ന രീതിയിൽ, അതിനുതകുന്ന രീതിയിലുള്ള അന്വേഷണ പ്രക്രിയയാണ് നമുക്ക് ആവശ്യം. അത് എല്ലാ കേസുകളിലും അങ്ങനെ തന്നെ. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ സാന്ത്വനം നൽകുന്നതിനും അവരെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസത്തിലെടുക്കുന്നതിനും അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു കൊണ്ടുപോകുന്നതിനും അനുദിനം അന്വേഷണത്തിൻ്റെ പുരോഗതി അവരെ അറിയിച്ചു കൊണ്ടുപോകുന്ന ഒരു നല്ല സംവിധാനം അവരുടെയും കൂടെ വിശ്വാസത്തിലെടുത്ത് തന്നെ സത്യമാണ് ചെയ്യുന്നത് എന്നും ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വ്യക്തതയോടുകൂടി എങ്ങനെ ചെയ്യപ്പെട്ടു എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം കേരള പോലീസ് അനുവർത്തിക്കുകയാണെങ്കിൽ നമുക്കിത് ഒഴിവാക്കാം. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി മാറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും ഇതിന് താങ്കളുടെ ഒറ്റ വാചകത്തിൽ ഒരു ഉത്തരം CBI അന്വേഷണത്തെ കുറിച്ച് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഗർവാസി സാഷൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ടും കൂടെയുള്ളവർ ക്ഷമിക്കാത്ത കണ്ടോ. അതുകൊണ്ടൊരു ഇഫക്റ്റീവ് പോലീസിങ് ആയ ഏരിയയിൽ ആവശ്യമാണ്. ഈ കേസ് CBIക്ക് വിടുന്നതായിരിക്കും എല്ലാം കൊണ്ടും ഉചിതം, എല്ലാവർക്കും നല്ലതും അതായിരിക്കും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിങ്ങൾ ഈ CBI അന്വേഷണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത് പ്രേക്ഷകർ? തീർച്ചയായിട്ടും ഞങ്ങൾ CBI അന്വേഷണത്തിൽ ഉറച്ചു നിൽക്കും. മാത്രമല്ല, കൊലവിളി നടത്തിയ മുസ്തഫ, അതുപോലെ ഈ കേസിലെ ഗൂഢാലോചന നടത്തിയ രണ്ടും കുഞ്ഞിരാമന്മാരാ, ആ 3 എണ്ണത്തിനെയും ഇതിനകത്ത് കോൺസ്പിറസിയിലുണ്ട്. അത് CBI അന്വേഷിച്ചാൽ വരും. അതിനെന്തിനാ പ്രത്യേകിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ഈ കൊലവിളി പ്രസംഗം മൊത്തം CBI ഇട്ട് കേൾക്കുമല്ലോ, ഞങ്ങൾ കൊടുക്കുമല്ലോ CD. അതുപോലെ കുഞ്ഞിരാമന്മാരുടെ പ്രവർത്തനവും ഞങ്ങൾ കൊടുക്കും. എന്തായാലും CBI വരും. ഷുക്കൂർ കേസിൽ ജയരാജനും MLA കുടുങ്ങും, അതുപോലെ ഇവിടെ ഒരു MLA കുടുങ്ങും, ഈ മുസ്തഫയും കുടുങ്ങും.
അതിന്റെ പേടിയാ. ഉണ്ട് ചരട് ജപിച്ച് കെട്ടിയാൽ നല്ലതാ, പേടി മാറാൻ. ഓക്കെ, ഈ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഈ ഒരുപക്ഷെ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിലൂടെ കല്ലും നെല്ലും തിരിയാൻ CBI അന്വേഷണം ആവശ്യമാണെങ്കിൽ അതുവഴിക്ക് പോകട്ടെ. ഒരു കാര്യം കൂടി, 24 ഒരു വാർത്താ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ്. കുറച്ചധികം കാലമായി 3 പതിറ്റാണ്ടുകളായി രംഗത്തുള്ളൊരു മാധ്യമ പ്രവർത്തകനാണ് ഞാനും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അച്ചാരം വാങ്ങിച്ച് ഒരു വാർത്തയും ഞങ്ങൾ പണയം വയ്ക്കില്ല എന്ന് ജനങ്ങളോട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റു വിഷയവുമായി അടുത്ത ദിവസം കാണാം. ഗുഡ് ബൈ. You are watching 24 from News Headquarters, Kochi.